ിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. എല്ലാവരെയും ചേച്ചി സ്വാഗതം ചെയ്തു. ഷൈജി പ്രത്യേകമായിട്ട് നന്ദി പറയാം. നമ്മൾ ഓരോരുത്തരും യേശുവിന്റെ കെരുസോയിലൂടെയാണ്, യേശുവിന്റെ പ്രഘോഷണത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ യേശുവിന്റെ രീതികളും അതിനു മുമ്പ് എല്ലാം നമ്മൾ കണ്ടതാണ്. ലക്ഷ്യം എന്താണെന്നും യേശുവിന്റെ പ്രഘോഷണത്തിന്റെ ലക്ഷ്യം എന്താണെന്നും രീതികൾ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടു. ഈ ആഴ്ചയിൽ നമ്മൾ കാണുന്ന യേശുവിന്റെ ക്രിസ്തോയുടെ അല്ലെങ്കിൽ പ്രഘോഷണത്തിന്റെ പ്രവർത്തന പദ്ധതിയാണ്. പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ നാളുകളിൽ ഈ അധികം വൈകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അമേരിക്ക ഇലക്ഷൻ നടന്ന് കഴിഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം നിങ്ങൾ എല്ലാവരും അതിന്റെ പാർട്ടായിട്ട് മാറിയിട്ടുണ്ടാവും. ചിലർക്കൊക്കെ വോട്ടവകാശം ഉണ്ടാവും, ചിലർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെങ്കിലും ഓരോ പാർട്ടിയും ഇലക്ഷന് വേണ്ടിയിട്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അവര് ഒരു വികസന പദ്ധതിയോ പ്രവർത്തന പദ്ധതിയോ വരുന്ന 5 വർഷം, എത്ര വർഷമാണോ ഒരു കാലയളവുള്ളത്, ആ കാലയളവ് കൊണ്ട് എന്താണോ ചെയ്യാൻ പോകുന്നത്, അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് എന്താണോ ചെയ്യാൻ പോകുന്നത്, അവരുടെ ജീവിതത്തെ കുറെ കൂടി മെച്ചപ്പെടുത്താൻ, അവരുടെ ജീവിതത്തെ കുറെ കൂടി നന്മയുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇന്ന ആള് ഹാരിസ് ഇന്ന കാര്യത്തിന് എതിരെ ഇന്ന കാര്യത്തിന് നല്ലതാണ്, അല്ലെങ്കിൽ ഇപ്പൊ പ്രസിഡന്റ് ആയിരിക്കുന്ന ആള് ആള് ഇന്ന കാര്യങ്ങൾക്ക് ട്രംപ് ഇന്ന കാര്യങ്ങൾക്ക് നല്ലതാണ്, ഇന്ന കാര്യങ്ങൾക്ക് മോശമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ വിലയിരുത്തലൊക്കെ നടത്തിയിട്ടുണ്ടാവും. പക്ഷെ അവര് ഒരു കാര്യം പറയും, ഇന്ന കാര്യം ഞാൻ ചെയ്യും, ഈ ഇത്ര കാലം കൊണ്ട് ഞാൻ ഇന്ന കാര്യം ചെയ്യും എന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞു വെച്ച ഒരു പ്രവർത്തന പദ്ധതി അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കേട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടും അത് ചെയ്യുമെന്നുള്ള ഉറപ്പിലൊക്കെ ആയിരിക്കും നമ്മൾ പലപ്പോഴും വോട്ട് ചെയ്യുന്നതും അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. എന്ന് പറഞ്ഞതുപോലെ അതിനേക്കാൾ ഉപരിയായിട്ട് യേശു ഈ ഭൂമിയിൽ വന്ന് 33 വർഷക്കാലം ഇവിടെ ജീവിച്ചപ്പോൾ, 30 വർഷക്കാലം ആരാലും അറിയപ്പെടാതെ പരിശുദ്ധ അമ്മയോട് ഔസപിതാവിനോടൊപ്പം ജീവിച്ചിട്ട് പരസ്യ ജീവിതത്തിന് ഇറങ്ങുമ്പോൾ ഈശോ വ്യക്തമായിട്ട് പറയുകയാണ് താൻ എന്താണ് വരുന്ന 3 വർഷക്കാലം കൊണ്ട് ഈ ഭൂമിയിൽ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് പറയാം. എന്ന് പറയുമ്പോൾ സ്വർഗത്തിന്റെ പദ്ധതി എന്താണ് ഈ 3 വർഷക്കാലം കൊണ്ട് യേശുവിലൂടെ എന്നുള്ളത് കൃത്യമായിട്ട് ഈശോ വെളിപ്പെടുത്തുകയാണ്. അത് നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18, 19 വാക്യങ്ങളിലാണ് അത് നാം കാണുന്നത്. ഈശോ നമുക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനഭാഗം തന്നെയാണിത്. കാരണം അവിടെ ഈശോ സിനഗോഗിൽ കടന്നു ചെല്ലുമ്പോൾ ഈശോയ്ക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നൽകപ്പെടുകയും ആ പുസ്തകം അവൻ തുറന്ന് വായിക്കുകയും ചെയ്യാണ്. അവിടെ എഴുതിയിരിക്കുന്നതാണ് വീണ്ടും ലൂക്കാസ് ലീഗ ഇവിടെ ഈശോ വായിച്ചായിട്ട് പറയുന്നത്. അവിടെ പറയുകയാണ്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈശോ തന്റെ മാഗ്നക്കാർട്ട പ്രഖ്യാപിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഞാൻ വരുന്ന 3 വർഷക്കാലം കൊണ്ട് ചെയ്യാൻ പോകുന്ന സ്വർഗത്തിന്റെ പദ്ധതി, എന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണെന്ന് കൃത്യമായിട്ട് അവിടെ കൂടിയിരുന്ന ജനത്തോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അതുകൊണ്ട് ഞാൻ ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ട സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാനാണ് അവിടുന്ന് അയച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് ഈശോ പറഞ്ഞു വെക്കുന്നു. എന്ന് പറയുമ്പോൾ 5 കാര്യങ്ങളെ കുറിച്ചാണ് ഈശോ ചെയ്യാൻ പോകുന്ന 5 കാര്യങ്ങളെ കുറിച്ചാണ് ഈശോ പറയുന്നത്. ഒന്ന്, ദരിദ്രരോട് സുവിശേഷം. രണ്ടാമത്തത് ബന്ധിതർക്ക് മോചനം. മൂന്നാമത്തെ കാര്യം അന്തർക്ക് കാഴ്ച. നാലാമത്തേത് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. 5 കർത്താവിന് സ്വീകാര്യമായ വത്സരം. പിന്നീട് വന്ന 3 വർഷക്കാലം കൊണ്ട് ഈശോ തന്റെ ജീവിതത്തോടെ പ്രതീകാത്മകമായി ചെയ്യുകയും തന്റെ ജീവിതത്തോടെ അത് പൂർത്തീകരിക്കുകയും ചെയ്യുന്നത് നാം കാണുന്നത്. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ദരിദ്രരോട് സുവിശേഷം എന്നുള്ളതാണ്. ആരാണ് ദരിദ്രൻ എന്നുള്ളത് നാം കണ്ടതാണ്. സുവിശേഷ ഭാഗ്യങ്ങളുടെ ക്ലാസ്സിൽ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ അവർ ദൈവരാജ്യം ആ കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് ദരിദ്രർ എന്ന് പറയുന്നത്. ഭൗതികമായ ദാരിദ്ര്യങ്ങളുണ്ട്, അറിവിലും കഴിവിലും ധനത്തിലും അല്ലെങ്കിൽ ആരോഗ്യത്തിലും ഒക്കെ പ്രശ്നങ്ങളിലൊക്കെ അങ്ങനെയുള്ള ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. പാപാവസ്ഥ മൂലവും ബലഹീനത മൂലവും ഒക്കെ അങ്ങനെയുള്ള ദാരിദ്ര്യത്തിലൊക്കെ കഴിയുന്ന പല വിധത്തിലുള്ള ദാരിദ്ര്യങ്ങൾ ലോകത്തുണ്ട്. എന്നാൽ ഈശോ പറയാണ് പിതാവായ ദൈവത്തിൽ പൂർണ്ണമായി, ഇല്ലാത്ത എല്ലാം ദൈവമാണ് എന്നുള്ള ഒരു ബോധ്യത്തോടെ ജീവിക്കുന്നത്. പിതാവായ ദൈവത്തിൽ, ദൈവം എന്റെ പിതാവാണ്, ആ ദൈവം എനിക്ക് ആയത് എല്ലാം, അവനാണ് എന്നെ സൃഷ്ടിച്ചത്, ഞാൻ അവന്റെ പുത്രനാണ് എന്നുള്ള ബോധ്യത്തോടെ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് ജീവിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ ഒരു മക്കൾ അല്ലെങ്കിൽ മനുഷ്യരെയാണ് ദരിദ്രർ എന്ന് പറയുന്നത്. അപ്പൊ അവരോട് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ് എന്റെ ദൗത്യം എന്ന് ഈശോ പറയുകയാണ്. എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുമല്ല, എനിക്ക് ഒന്നുമില്ല, ഞാൻ ഈ ഭൂമിയിൽ ഞാൻ വെറും കൈയോടെ വന്ന്, നമുക്കറിയാം നമുക്ക് പിറക്കുമ്പോൾ എങ്ങനെയാണ്, ഒന്നും ഇല്ലാതെ നമ്മൾ വരാം, തിരിച്ചു പോകുന്നതും ഒന്നും ഇല്ലാതെ തന്നെയാണ്. അതുകൊണ്ടാണ് മകനായ അലക്സാണ്ടർ പറയുന്നുണ്ടല്ലോ, എന്റെ കൈ രണ്ടും പുറത്തേക്ക് ഇടണം, ശവമഞ്ചത്തിൽ പുറത്തേക്ക് ഇടണം, കാരണം ഞാൻ ഈ ലോകത്ത് വെട്ടിപ്പിടിച്ച് ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് വലിയ തിരിച്ചറിവ് പറയുന്നത്. കാരണം വെച്ചാൽ എനിക്ക് ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവ്, എല്ലാം വെട്ടിപ്പിടിച്ചാലും എന്റെ അല്ല എന്നുള്ള തിരിച്ചറിവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുമല്ല, എനിക്ക് ഒന്നുമില്ല, എല്ലാം ദൈവമാണ് എന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കുന്ന വ്യക്തികൾ. നമ്മൾ ദൈവത്തിൽ പരിപൂർണമായ ആശ്രയിത്വം, വേറെ ഒന്നിലുമില്ല. എന്റെ ധനത്തിലോ കഴിവിലോ എന്റെ അറിവിലോ ഒന്നിലും എനിക്ക് എന്റെ ബന്ധുബലത്തിലോ എന്റെ കുടുംബത്തിലോ എന്റെ ഭാര്യയിലോ എന്റെ ഭർത്താവിലോ ഒന്നും എനിക്ക് ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണെന്ന് പറഞ്ഞ ഭർത്താവിൽ പോലും ആശ്രയിക്കുകയോ ഇല്ലാതെ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾ. നമ്മൾ ദൈവം എല്ലാം ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ള ബോധത്തോടെ ജീവിക്കുന്ന വ്യക്തികൾ എന്ന് കൂടി വീണ്ടും സുവിശേഷം നമ്മൾ പറയുകയാണ്. എന്ന് വീണ്ടും പറയുമ്പോൾ രക്ഷ സൗജന്യ ദാനമാണ്, വില കൊടുത്ത് വാങ്ങാനാവില്ല എന്നുള്ള തിരിച്ചറിവുള്ളത്. യേശു നൽകിയ രക്ഷ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു നൽകിയ രക്ഷ നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ സമ്പത്ത് കൊണ്ടോ മേടിക്കാൻ കഴിയുന്നല്ല, ആ ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ള തിരിച്ചറിവിൽ, ദൈവം എനിക്ക് ദാനമായിട്ട് അവിടെ സ്നേഹം കൊണ്ട് അവിടെ കാര്യം കൊണ്ട് എന്റെ ജീവിതത്തിൽ ചൊരിയുന്ന തിരിച്ചറിവിൽ ജീവിക്കുന്ന വ്യക്തികൾ. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദരിദ്രർക്ക് മാത്രമേ രക്ഷ സ്വന്തമാക്കാനാകൂ. അവരോട് സുവിശേഷം പ്രഘോഷിക്കാനും അവരുടെ ജീവിതത്തിലേക്ക് ഈ രക്ഷ പകർന്നു കൊടുക്കാനുമായിട്ടുമാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് യേശു പറഞ്ഞു. എന്റെ യേശു പ്രതീകാത്മകമായിട്ട് ചെയ്യുകയും തന്റെ ജീവിതത്തിലൂടെ അത് കുരിശുമരണത്തിലൂടെ പൂർത്തീകരിക്കുന്നത് നാം കാണുന്നു. സുവിശേഷം 12-ാം അധ്യായം 22-ാമത്തെ വാക്യത്തില് നാം അത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മത്തായി 6:33-34 നമുക്ക് കാണുന്നു, നിങ്ങൾ ആദ്യം അടുത്ത രാജ്യവും അടുത്ത നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും, അതിനാൽ നാളെയെ കുറിച്ച് നിങ്ങൾ ആഗ്രഹരാകും എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന വ്യക്തികൾ അവർക്ക് ദൈവാശ്രയം അല്ലാതെ വേറെ ഒന്നുമില്ല. അവർ ഭൗതികമായി, പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു പ്രശ്നം, നാം ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി
കൂടുതൽ സമയം ചെലവഴിക്കുകയും കൂടുതൽ നമ്മുടെ കാര്യങ്ങൾ ആരോഗ്യവും നമ്മുടെ സമ്പത്തും എല്ലാം ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ സമ്പത്ത് വാരിക്കൂട്ടാൻ വേണ്ടി സമയം ഉപയോഗിക്കുകയും ആരോഗ്യം ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. ദൈവരാജ്യത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കാനുള്ള സമയം വളരെ കുറച്ചാണ് നമ്മളുണ്ട്. എന്നാൽ ഈ ദൈവപരിപാലനം ആശ്രയിക്കുന്ന വ്യക്തികളാണെങ്കിൽ പൂർണ്ണമായിട്ടും ദൈവരാജ്യവും നീതി അന്വേഷിക്കാനായിട്ട് മുന്നിട്ട് ഇറങ്ങുകയും അതിന് വേണ്ടിയിട്ട് മാത്രം സമയം കൊടുക്കുകയും ആരോഗ്യം കൊടുക്കുകയും തങ്ങൾക്കുള്ളതെല്ലാം പങ്കുവയ്ക്കുക അല്ലെങ്കിൽ വിനിയോഗിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായതെല്ലാം ദൈവം തരും. ഈ ഭൂമിയിൽ ജീവിക്കാനോ ആവശ്യമായതെല്ലാം ദൈവം തരും എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിൽ ആശ്രയത്തിൽ ജീവിക്കുന്ന വ്യക്തി. ലൂക്കാസ് സുവിശേഷം 12:22 നാം വീണ്ടും അത് കാണുന്നത്. അങ്ങനെ ദൈവപരിപാലനയിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് ദരിദ്രൻ. അവരോട് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതായിരുന്നു ഈശോ പറഞ്ഞ കാര്യം. രണ്ടാമത് വീണ്ടും കാണുന്നുണ്ട് മർക്കോസ് സുവിശേഷം 1-ാം 40-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്, ഒരു കുഷ്ഠരോഗി അവന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈ ലോകത്ത് ഒന്നിനും എന്നെ ശുദ്ധനാക്കാൻ കഴിയില്ല. കുഷ്ഠരോഗം മാറാത്തൊരു രോഗമാണെന്നുള്ള രീതിയിൽ അവിടെ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അല്ലെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടിലൂടെ ജീവിച്ചിരുന്ന, ചിലപ്പോൾ ഈ കുഷ്ഠരോഗം വന്ന വ്യക്തികളൊക്കെ വലിയ വലിയ നിലയിൽ ജീവിച്ച, അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ നിലയിലും വിലയിലൊക്കെ ജീവിച്ചിരുന്ന വ്യക്തികളായിരിക്കാം. അവർ കുഷ്ഠരോഗം വന്നു കഴിയുമ്പോൾ അവരെ സ്വഭാവം ചിലപ്പോൾ അവർ തന്നെ പണിത വീടായിരിക്കാം. അവിടുന്ന് പോലും അവർ കുടുംബത്തിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെടും. പുകയിൽ ഒളിച്ചു താമസിക്കുന്ന അവസ്ഥ വരും. നടക്കുന്ന വഴിക്ക് മണിയടിച്ച് നടക്കുന്ന അവസ്ഥകൾ, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ എല്ലാ വിധത്തിലും തകർക്കപ്പെട്ട ഒരു വ്യക്തികളായിരിക്കും കുഷ്ഠരോഗികൾ എന്ന് പറയുന്നത്. അവിടെ അങ്ങനെ ഒരു വ്യക്തി വന്നിട്ട് പറയുകയാണ്, എനിക്ക് ഈ ലോകത്ത് എന്നെ ശുദ്ധനാക്കാൻ കഴിയുന്നത് അങ്ങേക്ക് മാത്രമാണ്. ജെനിയുടെ ഫോൺ അല്ലാതെ ബാക്കി എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഡിസ്റ്റർബൻസ് ഉണ്ടേ. അനി ലൂക്കാസ് സുവിശേഷം 5-ാം 12-ാമത്തെ വാക്യത്തിലും മത്തായി സുവിശേഷം 8-ാം 1-ാമത്തെ വാക്യത്തിലും നമ്മൾ ഈ കുഷ്ഠരോഗിയെ കണ്ടുമുട്ടുന്നുണ്ട്. അവിടെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി, അങ്ങനെ ദൈവാശ്രയബോധത്തോടെ ജീവിക്കുന്ന വ്യക്തിയായിട്ട് മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അതാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. വീണ്ടും ഈശോ പറയുന്നത് മത്തായി സുവിശേഷം 8-ാം വാക്യത്തില് നമ്മൾ ശതാധിപനെ കാണുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നു, അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവേ, നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ വൃത്തി സുഖപ്പെടും. അവിടെ കാണുന്നത് ശതാധിപൻ പറയുകയാണ്, നീ എന്റെ വീട്ടിലേക്ക് വരാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, ഞാൻ അയോഗ്യനാണ്. പക്ഷേ നീ നിൽക്കുന്ന നിപ്പിൽ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി എന്റെ വൃത്തി സുഖപ്പെടും. എന്റെ കുടുംബത്തിലെ, എന്റെ ഭവനത്തിലെ എന്റെ വൃത്തി സുഖമില്ലാതെ കിടക്കുകയാണ്. നീ ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ സുഖപ്പെടുത്തേ എന്നുള്ളൊരു വാക്ക് പറഞ്ഞാൽ അതിന് എന്തൊരു ആശ്രയമാണ്. ഇത്രമാത്രം വലിയ ആശ്രയത്തോടു കൂടിയാണ് പറയുന്നത്. വെച്ചാൽ ഞാൻ ഒന്നുമല്ല, ഞാൻ ശതാധിപനൊക്കെയാണ്, അനേകം എന്റെ കീഴിൽ ജോലിക്കുണ്ട്, ഞാൻ വലിയ നേതൃത്വം നൽകുന്നവരൊക്കെയാണ്, വലിയ കഴിവുണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നത്. എന്നെല്ലാവർക്കും ഭയമാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്, സമൂഹത്തിൽ എനിക്ക് വലിയ സ്ഥാനമുണ്ട്. പക്ഷേ ആ ശതാധിപൻ വന്നിട്ട് പറയുകയാണ്, ദൈവമേ, ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നുമില്ല, സർവ്വതും നീയാണ് ക്രിസ്തുവേ, നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ വൃത്തി സുഖപ്പെടും എന്നുള്ള ഒരു വലിയ ആശ്രയം. നമ്മൾ ലൂക്കാ 7:1-ലും യോഹന്നാൻ 4:46-ലും നമ്മൾ ഈ ശതാധിപനെ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ വലിയ ആശ്രയത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ, ദൈവപരിപാലനെ ആശ്രയിക്കുന്ന ആട്ടിടെ യേശുവിനെ കാണുന്നത് ലൂക്കാ 2:16-ല്. ഒന്നുമില്ലാതെ ജീവിച്ച സമൂഹത്തിൽ ഏറ്റവും അധികൃതരായിട്ട് ജീവിച്ച, ഒന്നുമില്ലാതെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹമാണ് ആട്ടിടയർ എന്ന് പറയുന്നത്. അവർ ദൈവപരിപാലനയിൽ മാത്രം ആശ്രയിച്ചാൽ ജീവിക്കുന്നത്. രാത്രിയുടെ കാലങ്ങളിലും അല്ലെങ്കിൽ മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നെല്ലാം രാത്രി കാലങ്ങളിലൊക്കെ ഈ ആടുകളെ കാക്കാൻ കഴിയുന്നവൻ ദൈവം മാത്രമാണ്, ഞങ്ങൾക്ക് അതിന് കഴിവൊന്നുമില്ല, ദൈവം കഴിവ് തന്നെങ്കിൽ മാത്രമാണ് നമുക്ക് അതിന് കഴിയൂ എന്ന് നാം അങ്ങനെ വിശ്വസിച്ച് ജീവിക്കുന്ന, ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. ആ ദാവീദിനെ കുറിച്ച് കാണുമ്പോൾ നമുക്കറിയാം, ദൈവം എനിക്ക് കഴിവ് തന്നുകൊണ്ട് ഞാൻ സിംഹത്തിന്റെ വായി വളർത്തുന്നതൊക്കെ ദാവീദ് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ദൈവാശ്രയത്തിൽ ജീവിക്കുന്നവരാണ് ആട്ടിടയർ. അവർ ക്രിസ്തുവിനെ കാണുന്നതും അവർ രക്ഷ സ്വന്തമാക്കുന്നതും നാം കാണുന്നുണ്ട്. ശിമയോനും അന്നായും അവിടെ നമുക്ക് ലൂക്കാസ് സുവിശേഷം 2-ാം 25-ാമത്തെ വാക്യത്തിൽ അവർ കാണുന്നുണ്ട്. രണ്ടുപേരും ദൈവാശ്രയബോധത്തിൽ ജീവിച്ച് ദേവാലയത്തിൽ ജീവിച്ച വ്യക്തികളായിരുന്നു. ശിമയോന്റെ ജീവിതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നീ രക്ഷ കാണാതെ മരിക്കില്ല എന്നുള്ള വെളിപാട് ലഭിച്ച വ്യക്തിയായിരുന്നു. ആ വ്യക്തി പറഞ്ഞത്, ഇനി എന്നെ വിട്ടയച്ചാൽ, കാരണം അങ്ങ് നൽകിയ രക്ഷ ഞാൻ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു, ആ രക്ഷയെ അനുഭവിക്കാനുള്ള കൃപ കിട്ടി, രക്ഷയെ കാണുവാനും കയ്യിലെടുക്കുവാനും അനുഭവിക്കാനും സാധിച്ച വ്യക്തി. അപ്പോൾ എന്നെ സമാധാനത്തിൽ വിട്ടയക്കണമേ ദൈവം എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മൾ കാണുന്നു. വിധേയുടെ സമർപ്പണം, തനിക്ക് ഉള്ളത് കൂടി തനിക്ക് ജീവിക്കാം എന്നുവെച്ചാൽ തന്റെ ജീവിതത്തിലെ ബാക്കി ഉണ്ടായിരുന്നതോ അല്ലെങ്കിൽ ഇനി മറ്റുള്ളതൊന്നുമല്ല സമർപ്പിച്ചത്, തനിക്ക് നാളെ ജീവിക്കാനുള്ള വക കൂടി എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് ദാരിദ്ര്യാവസ്ഥയിലേക്ക് എത്തി ആ വിധവ. ലൂക്കാസ് 21:2 നമ്മൾ കാണുന്നത് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് ദൈവത്തിൽ മാത്രമേ എനിക്ക് ആശ്രയിക്കാം, ദൈവമേ അങ്ങാണ് എല്ലാം എന്ന് പറയുന്ന ഒരു വിധവയുടെ സമർപ്പണം നാം കാണുന്നുണ്ട്. ദൂർത്തപുത്രൻ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ തിരിച്ചറിയുകയാണ്, ഇനി എനിക്ക് എന്റെ അപ്പനേ ഉള്ളൂ, അപ്പന്റെ ഭവനത്തിൽ എനിക്കെല്ലാം ഉണ്ട്, അവരുടെ എല്ലാം ഉണ്ട്, എനിക്കൊന്നുമില്ല, ഞാൻ ഒന്നുമല്ല എന്നുള്ള തിരിച്ചറിവിലെത്തിയ ദൂർത്തപുത്രനെ ലൂക്കാസ് സുവിശേഷം 15-ാം 11 മുതൽ 32 വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. ഇവരെല്ലാവരും രക്ഷ തിരികെ വരുമ്പോൾ ആ രക്ഷ അനുഭവിക്കുന്ന നാം കാണും. സക്കേവൂസിനെ നാം ലൂക്കാസ് സുവിശേഷം 19-ാം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം സക്കേവൂസിനെ കാണുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെടുത്താനായിട്ട് തനിക്ക് ഇതാ സംബന്ധിച്ച് വെച്ചാൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഓടി പലിശയ്ക്ക് കൊടുത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സമ്പാദിച്ചു വെച്ചാൽ, അല്ലെങ്കിൽ മറ്റുള്ള തട്ടിച്ചു മേടിച്ചു എല്ലാം 4 ഇരട്ടിയാക്കിയായിട്ട് തിരിച്ചു കൊടുത്ത് ദാരിദ്ര്യത്തിലേക്ക് എത്താൻ സക്കേവൂസിലേക്കുണ്ടായ മനോഭാവം ഈ ദൈവപരിപാലന ആശ്രയമാണ്. താൻ ഒന്നുമല്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തി ആ രക്ഷ ജീവിതത്തിൽ സ്വന്തമാക്കുക. സക്കേവൂസ് മാത്രമല്ല, സക്കേവൂസ് ആ ജീവിതത്തിലേക്ക് തന്റെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യാനുഭവം സ്വീകരിച്ചപ്പോൾ, അല്ലെങ്കിൽ ദൈവപരിപാലനം ആശ്രയിച്ചപ്പോൾ സക്കേവൂസിന്റെ കുടുംബം കൂടി രക്ഷ പ്രാപിക്കുന്നു. ഈശോ പറയുന്നുണ്ടല്ലോ, ഇന്ന് ഈ രക്ഷ ഈ കുടുംബം രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ആ രക്ഷ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബത്തിന് കൂടി സാധിച്ചു. അപ്പോൾ യേശു തന്റെ ജീവിതത്തിലൂടെ ആദ്യം പ്രഖ്യാപിക്കുകയാണ് ദരിദ്രരോട് സുവിശേഷം. ദൈവപരിപാലനം ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളെ ദരിദ്രൻ, അവർക്ക് രക്ഷ കാണുവാനും രക്ഷ അനുഭവിക്കാനും സാധിക്കും, അവർക്കാണ് രക്ഷയുള്ളത് എന്ന് ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്. ഈശോ അത് പ്രതീകാത്മകമായിട്ട് തന്റെ ജീവിതത്തിലൂടെ 3 വർഷങ്ങൾ ചെയ്യുന്നതും കുരിശുമരണ ഉദ്ധാന വാക്യത്തിലൂടെ അത് പൂർത്തിയാക്കുന്നതും നാം കാണുന്നുണ്ട്. ഞാൻ ഇവിടെ ഓർക്കുന്നത്, എന്റെ ജീവിതത്തില് എന്റെ 4ാമത്തെ മകൾ ഉണ്ടായി കഴിഞ്ഞ സമയത്ത് എല്ലാം ഓപ്പറേഷൻ ആയിരുന്നു. അപ്പൊ 4ാമത്തെ മകളുടെ ജനനത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞ് ആ ദിവസങ്ങളിൽ തന്നെ എന്റെ ഭാര്യയ്ക്ക് പിത്തസഞ്ചിയില് കോൾബാർഡറില് കല്ലിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. വലിയ വേദനയായിരുന്നു. കാരണം ആള് നേരെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ, കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റില്ല. പാല് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്താണെന്നുള്ളത് അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ അമ്മമാർക്കൊക്കെ അറിയാം. അങ്ങനെ ഒരു വേദന, അതും വേദന എണീറ്റ് നിൽക്കാൻ പറ്റാതെ കട്ടിൽമ കിടന്നാൽ പോലും വളഞ്ഞു കിടക്കേണ്ട ഒരു അവസ്ഥ, ഒരിക്കൽ പോലും നീരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയ വളരെ വേദന കടന്നു പോകുന്ന സമയത്ത് ഒത്തിരിയേറെ ഹോസ്പിറ്റലിലൊക്കെ പോയി.
അങ്ങനെ പോയിട്ട് എല്ലാവരും ചിലപ്പോൾ 50,000, 60,000, 70,000, 75,000 രൂപ കോർപ്പറേഷൻ വേണം, കോൾ കാർഡർ എടുത്ത് കാണുന്നൊക്കെ ഉള്ളത് അവർ പറയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ആ സമയത്ത് 1 രൂപ കയ്യിലില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്റെ ഒരു ദിവസം എറണാകുളത്തിലെ ഇനി അവസാനമായിട്ട് എറണാകുളത്തിലെ ലിസി ഹോസ്പിറ്റലിൽ കൂടി പോയി നോക്കാം, അവിടെ ചിലപ്പോൾ പൈസ കുറച്ച് കിട്ടിയാലോ എന്ന് ചിന്തിച്ചു. അവിടെ ജിസിത്തിലെ ഒരു ചേട്ടനാണ് PR ആയിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു പോയി. അപ്പോൾ പോണ സമയത്ത് വേറെ പൈസ ഒന്നും ഇല്ലാത്തപ്പോൾ ഞാൻ കൂട്ടായ്മയിൽ അന്നുള്ള കൂട്ടായ്മയിൽ സംസാരിക്കുകയാണ്. സംസാരിക്കുന്ന സമയത്ത് അവിടെ കൂടെ ഉണ്ടായിരുന്ന നവീൻ എന്ന് പറയുന്ന എന്റെ കൂട്ടുകാരൻ, അദ്ദേഹം എന്റെ കയ്യിലേക്ക് എന്റെ ATM കാർഡ് എടുത്ത് വന്നിട്ട് പറയാണ്, ജെനി ഇതിൽ പൈസയൊന്നുമില്ല, പൈസ എന്ന് വെച്ചാൽ 10-200 ചില്ലാൻ രൂപ എന്തോ ബാലൻസ് ഉള്ളൂ, അതുകൊണ്ട് നീ എന്തായാലും കൊണ്ടുപോക്കോ. അപ്പൊ അന്ന് എനിക്ക് ATM കാർഡ് ഒന്നുമില്ല. എന്നോട് പറയുന്നത് നീ കൊണ്ടുപോക്കോ, അവിടെ ചെല്ലുമ്പോൾ നിനക്ക് ആവശ്യമായ പൈസ അതിനകത്ത് ഉണ്ടാവും, ദൈവം തരും, നമുക്ക് ദൈവം അല്ലാതെ വേറെ ആരുള്ളേ എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. അപ്പൊ ഞാനൊരു കുടുംബം ഒരുമിച്ച് പോയി. അവിടെ ചെന്നപ്പോൾ സ്കാനിങ് ചെയ്യണം, 5,500 രൂപ, 1,270 രൂപ എന്തോ ബ്ലഡ് ടെസ്റ്റിന് വേണമായിരുന്നു. ഇതിന്റെ രണ്ടിന്റെയും കാര്യങ്ങൾ ചെയ്ത് തിരികെ വന്ന് ബില്ല് അടയ്ക്കാൻ നേരത്ത് ഈ ATM കാർഡ് എടുത്ത് കൊടുത്തു. അവിടെ സ്വൈപ്പ് ചെയ്തപ്പോൾ കൃത്യമായിട്ട് 6,700 ചില്ലാനും രൂപ അതിലുണ്ടായിരുന്നു. അതുവരെ ഇല്ലാത്ത പൈസ അത് കൃത്യമായിട്ട് ഉണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച ഒരു വ്യക്തിയായിരുന്നു അന്ന് നവീൻ. നവീൻ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ, സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്, അവരുടെ വിശ്വാസം മൂലം തളർവാതിരയെ ഈശോ സുഖപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നത്. എന്ന് പറയുമ്പോൾ നവീനൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം സഹായിക്കും, ദൈവമുണ്ട്, ആ ദൈവത്തിലാണ് ഞാൻ ഇവനൊക്കെ അല്ലെങ്കിൽ ഈ കുടുംബമൊക്കെ ആശ്രയിക്കുന്നത്, ദൈവത്തിന്റെ മകനും മകളുമാണ് ഞങ്ങൾ ഓരോരുത്തരും, ആ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുമുള്ള രക്ഷ നൽകും, എല്ലാം സമ്പൂർണ്ണമായി സമഗ്രമായി അല്ലെങ്കിൽ രക്ഷ നൽകുന്ന ക്രിസ്തു ഈ കാര്യത്തിലും ഈ വേദന നിമിഷങ്ങളിലും അല്ലെങ്കിൽ ഇത് ആവശ്യമായി എല്ലാം നൽകും എന്നുള്ള ഒരു വിശ്വാസം നവീനുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ആ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ആ ഒരു അനുഭവം ഞങ്ങളുടെ വിശ്വാസത്തെയും വർദ്ധിപ്പിക്കുന്നത് ഞാൻ കാണാനായിട്ട് സാധിച്ചു. രണ്ടാമത്തെ കാര്യം എന്നത് ബന്ധിതർക്ക് മോചനമാണ് എന്ന് പറയുമ്പോൾ എല്ലാവിധ ബന്ധനത്തിൽ നിന്നുള്ള പരിപൂർണമായ ആന്തരികവും ഭൗതികവുമായ തരത്തിലുള്ള പൂർണ്ണമായ മോചനമാണ് ബന്ധിതർക്ക് മോചനം എന്ന് പറയുന്നത്. റോമകർക്കെഴുതിയ ലേഖനം 7:24 നമ്മൾ പൗലോസ്ലീഹ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ദുർബലനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും. അവിടെ നമ്മൾ വായിക്കുന്നത് ആർക്കാണ് എന്നെ മോചിപ്പിച്ചത്, ഞാൻ ഇങ്ങനെ ബന്ധനത്തിൽ ആയിക്കിടക്കുകയാണ്, ആർക്കും എന്നെ മോചിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ, എനിക്ക് തന്നെ രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല, ചുറ്റുമുള്ള ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ യേശു ബന്ധിതർക്ക് മോചനം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായ മോചനം നൽകാനാണ് ക്രിസ്തു വന്നത്. ആ വചനത്തിന്റെ അവസാനം നമ്മൾ അവിടെ നമ്മൾ പൗലോസ്ലീഹ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മളോട് വിമോചിപ്പിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അവിടെ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുകയാണ്, അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാക്കും. ഈശോ പറയുന്ന കാര്യം എന്താണ്? അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാക്കും. പൂർണ്ണമായ വിമോചനം നൽകുന്നവൻ ക്രിസ്തുവാണ്, അല്ലെങ്കിൽ പുത്രനായ ക്രിസ്തുവാണെന്ന് ഈശോ പറഞ്ഞു വെക്കുകയാണ്. എന്ന് പറയുമ്പോൾ ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും ദൈവം അല്ലെങ്കിൽ യേശു രക്ഷയിലൂടെ നയിക്കുന്നു. ആ വരുന്ന 3 വർഷക്കാലം താൻ ഈ മനുഷ്യന് മുഴുവൻ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വിമോചനത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ഈശോ ഉറക്കെ പ്രഖ്യാപിക്കുകയും തന്റെ ജീവിതത്തിലൂടെ അത് പ്രതീകാത്മകമായിട്ട് പലരുടെയും ജീവിത അനുഭവങ്ങളിലൂടെ ചെയ്തു വെക്കുന്നതും കുരിശിൽ പൂർണ്ണമാക്കുന്നതും നാം കാണുന്നുണ്ട്. യേശുവിനോട് വെളിപ്പെട്ട സത്യം ഇതാണ്, ഭയം, സ്വാർത്ഥത, വിദ്വേഷം, ഭിന്നത, അസൂയ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പരിപൂർണ്ണമായി മോചനമാണ് ക്രിസ്തു നൽകിയത്. ഭയത്തിന്റെ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും, സ്വാർത്ഥതയുടെയും വിദ്വേഷത്തിന്റെയും ഭിന്നതയുടെയും അസൂയയുടെയും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പരിപൂർണ്ണമായ വിമോചനം എന്നുള്ളതാണ് യേശുവിനോട് വെളിപ്പെട്ട സത്യം. അങ്ങനെ എല്ലാവരെയും സ്വാതന്ത്ര്യത്തിലേക്ക് കടത്തിക്കൊണ്ടുവരിക, എല്ലാവരും പൂർണ്ണമായി വിമോചനം നൽകുക എന്നുള്ളതായിരുന്നു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ അജണ്ട എന്ന് പറയുന്നത്. മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. സാത്താന്റെ അടിമത്തിൽ നിന്ന്, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ മുഴുവൻ രക്ഷിക്കുന്നവൻ ക്രിസ്തുവാണെന്ന് മാതാവിന് പരിശുദ്ധ അമ്മയ്ക്ക് വെളിപ്പെടുത്തുന്ന കാര്യമാണ് ഇവിടെ നാം വായിച്ചെടുത്തത്. യേശു സമ്പൂർണ്ണ വിമോചനാണെന്ന് ഇവിടെ വചനം നമ്മോട് പറഞ്ഞു വയ്ക്കുന്നു. ഗലാത്യക്കാർക്ക് ചെയ്യുന്ന ലേഖനം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ വിമോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ അഭീഷ്ടം അനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ ബലിയർപ്പിച്ചു. യേശു തന്റെ കുരിശുമരണത്തിലൂടെ പിതാവായ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് മനുഷ്യവർഗത്തെ മുഴുവൻ തിന്മയിൽ നിന്ന് മോചിപ്പിക്കേണ്ടതിന് വേണ്ടി ബലിയർപ്പിച്ചു എന്ന് പൗലോസ് നമ്മോട് പറഞ്ഞു വയ്ക്കുന്നു. നാം 5-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായം 5-11 വാക്യങ്ങളിൽ നമ്മൾ തളർവാദ രോഗിയെ കാണുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നു, അവിടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ നിന്നോട് പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുക. തളർവാദം എന്ന അസുഖത്തിന്റെ പിടിയിലായിട്ട് മനസ്സുമൊക്കെ തകർന്ന് അങ്ങനെ വലിയ ബന്ധനത്തിൽ കഴിഞ്ഞത് വ്യക്തിയുടെ തളർവാദ രോഗി നാം നേരത്തെ കണ്ടു. 4 പേർ ചേർന്ന് കൊണ്ടുവരികയും വീടിന്റെ മേൽക്കൂര പൊളിച്ചാണ് ആ വ്യക്തിയെ യേശുവിന്റെ അടുത്തേക്ക് ഇറക്കുന്നത്. വലിയ തിരക്കുകാരണം ആ വ്യക്തിയോട് പറയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിന്നെ സമ്പൂർണ്ണമായിട്ട് ഞാൻ വിമോചിപ്പിച്ചിരിക്കുന്നു, നിന്റെ ബന്ധനത്തെ ഞാൻ അഴിച്ചുവിട്ടിരിക്കുന്നു എന്ന് ഈശോ പറഞ്ഞു വയ്ക്കുന്നു. അതിനായിട്ട് അവനെ വിമോചിപ്പിച്ച് അവന്റെ വീട്ടിലേക്ക് പറഞ്ഞു വയ്ക്കുകയും ആ ബന്ധനത്തിൽ നിന്ന് അഴിക്കുന്നതിലൂടെ, അവനെ മോചിപ്പിക്കുന്നതിലൂടെ അവന്റെ ജീവിതത്തിലേക്ക് താൻ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ താൻ നൽകാൻ പോകുന്ന രക്ഷ അവന്റെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുന്നതും അവൻ രക്ഷ അനുഭവിക്കുന്നതും നാം കാണുന്നുണ്ട്. മത്തായി സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലും ലൂക്ക 5:17 നാം വീണ്ടും അത് കണ്ടുമുട്ടുന്നുണ്ട്. വീണ്ടും ബെത്സദായിലെ രോഗശാന്തി നാം കാണുന്നുണ്ട്. യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടക്കുക. യോഹന്നാൻ 5:8 നാം കാണുന്നതാണ്. 38 വർഷമായിട്ട് ബെത്സൈദ കുളക്കടവില് തളർവാദ രോഗം പിടിപെട്ട് ബന്ധനത്തിലായി കിടന്നിരുന്ന രോഗിയായ എന്ന് പറയുമ്പോൾ യേശു ജനിക്കുന്നതിന് മുന്നേ അവിടെ കിടക്കപ്പെട്ട രോഗിയാണ്. എത്രയോ വർഷങ്ങളായിട്ട് കിടക്കുന്ന, ആരാളും സഹായിക്കാനില്ലാതെ രക്ഷപ്പെടാൻ ഒരു സാധ്യതയും 38 വർഷമായിട്ട് രക്ഷയില്ലാതെ കിടന്നിരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു എന്നുകൊണ്ട് യേശു പറയുകയാണ് എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടക്കാൻ. അവന്റെ ജീവിതത്തിലേക്ക് യേശു സമ്പൂർണ്ണമായ രക്ഷ പകർന്നു കൊടുത്തുകൊണ്ട് അവന്റെ ജീവിതത്തിൽ യേശു പറഞ്ഞതുപോലെ ബന്ധനർക്ക് മോചനം അവന്റെ ജീവിതത്തെ മോചിപ്പിക്കുന്നത് നാം കാണും. വീണ്ടും മർക്കോസ് സുവിശേഷം 5-ാമത്തെ അധ്യായം 1 മുതൽ 20 വരെ വാക്യങ്ങളിൽ അവിടെ നാം ഒരു അശുദ്ധാത്മാവ് ബാധിച്ച ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നു, അവർ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്നും എതിരെ വന്നു, കാരണം അശുദ്ധാത്മാവെ ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. ചങ്ങലകളാലും ഒക്കെ ബന്ധിക്കപ്പെട്ട് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ശവകുടീരങ്ങൾക്കിടയിൽ കഴിയേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു അശുദ്ധാത്മാവ് ബാധിച്ച ഒരു വ്യക്തിയുടെ അവസ്ഥ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ കാണുമ്പോൾ വളരെ മോശമായ ഒരു അവസ്ഥയിൽ കടന്നിരുന്ന, എല്ലാവരും തിരസ്കരിക്കപ്പെട്ട് ആരാലും തിരിഞ്ഞു നോക്കാനില്ലാതെ ചിലപ്പോൾ ആഹാരം പോലും കിട്ടാതെ ജീവിക്കേണ്ടി വന്ന ഒരു വ്യക്തി.
മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ വെറുക്കപ്പെട്ട രീതിയിൽ ജീവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു നിന്നുകൊണ്ട് അവന്റെ ജീവിതത്തിൽ നിന്ന് അശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെടുന്ന അവന്റെ ജീവിതത്തെ ശുദ്ധിയിലേക്ക് കൊടുത്തുകൊണ്ട് അശുദ്ധാത്മാവിനെ ശാസിച്ച് പുറത്താക്കിക്കൊണ്ട് അവന്റെ ജീവിതത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് അവന്റെ ജീവിതത്തിൽ സമൂഹത്തിൽ ജീവിക്കാൻ തക്കത്തിൽ അവന്റെ ജീവിതത്തെ രക്ഷയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന യേശുവിനെ നാം അവിടെ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വാക്യങ്ങളിൽ അവിടെ 18 വർഷമായിട്ട് ഒരു ആത്മാവ് ബാധിച്ച് രോഗിയെ നിവർത്തി നിൽക്കാൻ സാധിക്കാത്ത വിധം കൂലിപ്പോയ ഒരു അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയെ നാം അവിടെ കാണുന്നുണ്ട്. യേശു അവളുടെ മേൽ കൈകൾ വെച്ചു, തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. എന്നാൽ പലപ്പോഴും ഞാൻ ഇവിടെ കാണാറുണ്ട്, ഞാൻ ഇവിടെയുള്ള അമ്മമാര്, എന്റെ ഒരു കൊച്ചമ്മ അങ്ങനെ ഒത്തിരിയേറെ വളഞ്ഞു പോയ വ്യക്തിയാണ്, ഒത്തിരി കുനിഞ്ഞ് നടന്ന് അങ്ങനെ ആയിപ്പോയി, കൂലിപ്പോയ ഒരു വ്യക്തിയായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ടൊക്കെ ആളുടെ ബോഡി ഒന്ന് നിർത്തി വെക്കാനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു കുറേ എന്ന് പറയുമ്പോൾ തീരെ ആ കൂനിന്റെ ബന്ധനത്തിൽ കിടന്നുപോയ ആ വ്യക്തിയെ 18 വർഷമായിട്ട് കുനിഞ്ഞു നടക്കേണ്ടി വന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയിൽ ജീവിച്ച വ്യക്തിയെ കൈവച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ട് സൗഖ്യം നൽകിക്കൊണ്ട് അവളെ രക്ഷയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന ആ രക്ഷയെ കാണാനുള്ള കൃപ അവൾക്ക് ലഭിച്ചു. ആ രക്ഷ അനുഭവിക്കാനുള്ള കൃപ കൂടി ഈശോ കൊടുക്കുകയാണ്. വീണ്ടും എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ അങ്ങനെ ബന്ധിതർക്ക് പൂർണ്ണമായിട്ടുള്ള മോചനം നൽകിക്കൊണ്ട് ഈശോ പ്രതീകാത്മകമായിട്ട് ഓരോരുത്തർ ജീവിതത്തിലൂടെ ചെയ്യുകയും കുരിശിൽ അത് പൂർണ്ണമാക്കുകയും ചെയ്യുന്നത് നാം കാണുന്നു. മൂന്നാമത്തെ കാര്യമാണ് അന്ധർക്ക് കാഴ്ച എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഭൗതികമായ തലത്തിൽ അന്ധമാർക്ക് ഒത്തിരി പേർക്ക് ഈശോ കാഴ്ച നൽകുന്നത് കാണുന്നുണ്ട്. അതോടൊപ്പം ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തതയും കൃത്യതയും പകർന്നു കൊടുക്കുക എന്നുള്ളത്, അത് നഷ്ടപ്പെട്ടു പോയ വ്യക്തികൾക്ക് ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ ലക്ഷ്യം എന്താണ്? സ്വർഗം എന്ന് പറയുന്ന ലക്ഷ്യം നഷ്ടപ്പെട്ടു പോയ വ്യക്തികൾക്ക് അതാണ് നമ്മുടെ ഏറ്റവും നഷ്ടപ്പെട്ടു പോയ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെയാണ്. അതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇല്ല നമുക്ക് പലപ്പോഴും, അതിനെക്കുറിച്ച് കൃത്യത നമുക്കില്ല. യേശു പക്ഷേ ആ 3 വർഷക്കാലം കൊണ്ട് സ്വർഗത്തെ സ്വപ്നം കാണുവാനും ആ സ്വർഗത്തെ നോക്കി കാണുവാനും ആ സ്വർഗം എന്താണെന്ന് അനുഭവിച്ചറിയാൻ വേണ്ടിയുള്ള കൃപ അവിടെ ഉണ്ടായിരുന്ന തന്റെ കൂടെ ആയിരുന്ന വ്യക്തികൾക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും നൽകുന്ന നാം കണ്ടു. അങ്ങനെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തതയും കൃത്യതയും നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് അത് നൽകുക എന്നുള്ളതാണ് അന്തർക്ക് കാഴ്ച നൽകുക എന്ന് പറയുമ്പോൾ ഈശോ ചെയ്തത്. നമ്മുടെ ജീവിത ലക്ഷ്യബോധം എന്ന് പറയുന്നത് നാം എവിടെ നിന്ന് വന്നു, ലക്ഷ്യബോധം എന്ന് പറയുന്നതാണ് നാം എവിടെ നിന്ന് വന്നു. നമുക്ക് പലപ്പോഴും മറന്നുപോയ ഒരു കാര്യം അതാണ്, നാം എവിടെ നിന്ന് വന്നത്. നാം പലപ്പോഴും കുട്ടികളോട് ചോദിക്കുകയാണെങ്കിൽ ആ കുട്ടികൾ പറയും അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നെന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ സ്കൂളിൽ വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് വന്നെന്ന് പറയും ടീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ചില ഉത്തരങ്ങൾ പറയാറ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും വന്നത് സ്വർഗത്തിൽ നിന്നാണെന്നുള്ളതാണ്, പിതാവായ ദൈവത്തിന്റെ പക്കൽ നിന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ നാം എവിടെ നിന്ന് വന്നു എന്നുള്ളത് ചിലപ്പോൾ പലപ്പോഴും നമുക്ക് ഓർമ്മയില്ലാതെ പോകുന്ന അവസ്ഥ. അപ്പോൾ എവിടെ നിന്ന് നാം വന്നു എന്ന് കൃത്യമായി ക്രിസ്തു ഓർക്കുകയാണ്. എങ്ങോട്ട് പോകുന്നു, എങ്ങോട്ടാണ് നമ്മുടെ ഈ പോക്ക്? ഈ ഏതാനും വർഷം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തിരിച്ച് നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഈശോ പഠിപ്പിക്കുകയാണ്. എന്തിനിവിടെ ജീവിക്കും, എന്തിനാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്? ആ സ്വർഗത്തെ ലക്ഷ്യമാക്കി പരസ്പര സ്നേഹത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചപ്പോൾ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന് ആ സ്നേഹത്തിൽ പരസ്പരം സ്നേഹിച്ച് ജീവിക്കാനായിട്ടാണ് ഇവിടെ ആയിരിക്കുന്നത് എന്നുള്ളതും ആ ക്രിസ്തു പറഞ്ഞനുസരിച്ച് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പദ്ധതികൾക്കനുസരിച്ച് ജീവിക്കാനാണ് നാം ഇവിടെ ആയിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവില്ലാതെ പോയവർക്ക് ആ തിരിച്ചറിവും ലക്ഷ്യബോധം നൽകുക എന്നുള്ളതായിരുന്നു അന്തർക്ക് കാഴ്ച നൽകുക എന്ന് പറയുമ്പോൾ ഈശോ ചെയ്ത കാര്യം. ആ 3 വർഷക്കാലം കൊണ്ട് ഈശോ ചെയ്യുന്നതും കുരിശിൽ പൂർണ്ണമാക്കുന്നതും നാം കാണുന്നുണ്ട്. ദൈവത്തെയും പ്രപഞ്ചത്തെയും മനുഷ്യനെയും തിന്മയെ കുറിച്ചുള്ള തിരിച്ചറിവ് മനുഷ്യർ കൊടുക്കുന്നതായിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ വലിയ തിരിച്ചറിവൊന്നും ഇല്ലാതിരുന്ന ജീവിച്ചിരുന്ന ജനതയ്ക്ക് അങ്ങനെ ദൈവത്തെക്കുറിച്ചും യഥാർത്ഥത്തിൽ ഈ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ കുറിച്ച് എന്റെ അപ്പനെ കുറിച്ച് സ്വർഗ്ഗത്തിൽ ജീവിക്കും ഞാൻ എവിടെ നിന്നാണ് വന്നത് കൃത്യമായിട്ട് അറിയാം. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങോട്ടാണ് ഞാൻ പോകുന്നത് എന്നുള്ള കൃത്യമായിട്ട് ബോധ്യം ഈശോയ്ക്കുണ്ടായിരുന്നു. എന്തിനാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്, ഈ 3 വർഷക്കാലം അല്ലെങ്കിൽ 31 വർഷക്കാലം ഞാൻ ഇവിടെ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ക്രിസ്തുവിനെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. ആ ലക്ഷ്യബോധം നഷ്ടപ്പെടാതെ ക്രിസ്തു ജീവിച്ചു. ആ ലക്ഷ്യം നിറവേറ്റുന്നതും നാം കാണുന്നുണ്ട് ഈശോയുടെ ജീവിതത്തിലൂടെ. അങ്ങനെ ഈശോ ഈ ലോകത്തിൽ ദൈവത്തെയും പ്രപഞ്ചത്തെയും മനുഷ്യനെയും തിന്മയെ കുറിച്ചുള്ള കൃത്യമായ തിരിച്ചറിവ് മനുഷ്യർക്ക് നൽകും. ആ തിരിച്ചറിവാണ് ഇന്നും നമുക്ക് വെളിച്ചമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളും ഈ സ്വർഗ്ഗം എന്ന ലക്ഷ്യത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകാനുള്ള കാരണം. അങ്ങനെ ക്രിസ്തു നൽകിയ രക്ഷ എല്ലാവരുടെയും അന്ധത മാറ്റുന്നത് നാം കാണുന്നുണ്ട്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തില് അവിടെ നാം ഇങ്ങനെ വായിക്കാണ്, അന്ധകാലത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു, മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. ഈശോ കടന്നു ചെന്ന ഇടത്തില് അവരെ കുറിച്ച് പറയുന്നത് അവർ തിരസ്കൃതായ ഒരു ജനത എന്നാണ് പറയാറുള്ളത്. അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈശോ കടന്നു ചെല്ലുമ്പോൾ അവിടെ പറഞ്ഞു വയ്ക്കുന്ന വചനം ഇതാണ്, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. അവർക്ക് ജീവിതത്തിലേക്ക് വലിയ കാഴ്ച, അന്ധത, അവരുടെ ജീവിതത്തിൽ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോയ ആ ജനതയ്ക്ക് ലക്ഷ്യബോധം പറഞ്ഞു നൽകുന്നത് നാം കാണുന്നുണ്ട്. ലൂക്കാ സുവിശേഷം 18-ാം അധ്യായം 42-ാമത്തെ വാക്യത്തില് നാം അവിടെ ഒരു അന്ധനെ കാണുന്നുണ്ട്. യേശുവോട് പറയാണ്, യേശു പറഞ്ഞു നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഭൗതികമായ കാഴ്ച നഷ്ടപ്പെട്ട വ്യക്തി കാഴ്ച പകർന്നു കൊടുക്കുമ്പോൾ, അവന് വിശ്വാസം അവന് കാഴ്ച പകർന്നു കൊടുക്കുമ്പോൾ ഈശോ അവന് സമഗ്രമായ ഒരു വിമോചനം, അവന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം പകർന്നു കൊടുക്കുന്നത് നാം കാണുന്നുണ്ട്. മത്തായി സുവിശേഷം 20-ാം അധ്യായം 29-ലും മർക്കോസ് 10:46-ലും വീണ്ടും നാം ഈ അന്ധനെ കാഴ്ച കണ്ടുമുട്ടുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 9:35-ല് ആത്മീയ അന്ധത ബാധിച്ച വ്യക്തിക്ക് അല്ലെങ്കിൽ അവിടെ നാം കാണുന്നത് ആത്മീയമായ ഒരു അന്ധതയാണ് അവർക്കുള്ളത്. ആ അന്ധതയെ എടുത്തു മാറ്റുന്നത് നാം കാണുന്നുണ്ട്. അത് ലൂക്കാ സുവിശേഷം 14:25-ലെ ശിശുത്വത്തിന്റെ വില തിരിച്ചറിയാൻ പറ്റാത്ത വ്യക്തികൾക്ക് അന്ധമായ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് തിരിച്ചറിയാനുള്ള കൃപ കൊടുക്കുന്നത് നാം കാണുന്നുണ്ട്. ലൂക്കാ സുവിശേഷം 15-ാം അധ്യായം 1-ാം വാക്യത്തിലും മത്തായി 18:12-ലും കാണാതായ ആടിനെ, ആടിന്റെ ലക്ഷ്യം തെറ്റിപ്പോയി. കാണാതായ ആടെന്ന് പറയുമ്പോൾ ആ ലക്ഷ്യബോധം ആല എന്നുള്ള ഇടയനും മറ്റുള്ള എല്ലാവരും കൂടി ആയിരിക്കുന്ന മറ്റുള്ള ആടുകളൊക്കെ ആയിരിക്കുന്ന ആ ആലയിലേക്കുള്ള ലക്ഷ്യം എന്ന് സ്വർഗത്തിലേക്കുള്ള ലക്ഷ്യം തന്നെയാണ്. ആ നഷ്ടപ്പെട്ടു പോയ ആട്, ആ ആടിന് തേടിച്ചെന്ന് അവനെ കണ്ടുപിടിച്ച് അവനെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന അമിച്ച രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന ആ ക്രിസ്തുവിനെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. നിക്കോദെമോസിനെ യോഹന്നാൻ 3:4 നാം കാണുന്നുണ്ട്. എല്ലാത്തിനെ കുറിച്ച് അറിവുണ്ട്, പക്ഷേ സ്വർഗ്ഗരാജ്യത്തെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവില്ലാതെ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. വെച്ചാൽ ഒരു തരത്തിലുള്ള അന്ധത ബാധിച്ച വ്യക്തിയാണ് നിക്കോദെമോസ് എന്ന് പറയുന്നത്. അവനെയും ആ അന്ധത മാറ്റാനുള്ള സഹായം യേശു നൽകുന്നത് നാം കാണുന്നുണ്ട്. ദൈവതാവിന്റെ ഇഷ്ടം നിറവേറ്റാനാണ് എന്നുള്ളതാണ് എന്റെ ഹിതം എന്ന് തിരിച്ചറിയും. ഞാൻ നല്ലിടനാണെന്നുള്ള ആ ലക്ഷ്യബോധം ഈശോയ്ക്കുണ്ടാണ്. അങ്ങനെ ലക്ഷ്യബോധത്തോടുകൂടി ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്ന വ്യക്തിയായിട്ട് ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചു. യോഹന്നാൻ 8:29-ലും 10:11-ലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായ സമഗ്രമായ ഒരു വിമോചനം, അന്ധതയിൽ നിന്ന് ലക്ഷ്യബോധം നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് ലക്ഷ്യബോധം പകർന്നു കൊടുക്കുന്ന ക്രിസ്തുവിനെ, അങ്ങനെ ലക്ഷ്യബോധത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്ന, സ്വന്തത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ വിമോചനത്തിലേക്ക്, അവരുടെ ജീവിതത്തിലെ ഭൗതികവും ആന്തരികവുമായ അന്ധത എടുത്തു മാറ്റുന്ന ക്രിസ്തുവിനെ നാം അവിടെ കണ്ടുമുട്ടുന്നുണ്ട്. അടുത്തൊരു കാര്യം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം എന്നുള്ളതാണ്.
എല്ലാ വിധത്തിലും പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാവരും സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. നമുക്കറിയാം യേശു ജീവിച്ച കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലും ഒത്തിരിയേറെ പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്, അന്നും ജീവിച്ചിരുന്നു. പല വിധത്തിലായിട്ട് പല വിധത്തിലുള്ള അന്ധത മൂലമുണ്ടാകാം, ചിലപ്പോൾ ചുങ്കക്കാരായ വ്യക്തികൾ അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അവരെ ആർക്കും വലിയ ഇഷ്ടമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം കുഷ്ഠരോഗികൾ, പല രക്തസ്രാവ അങ്ങനെയുള്ള രക്തസംബന്ധമായ രോഗങ്ങളുള്ള അങ്ങനെ പല വിധത്തിലും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ, അവർക്കൊക്കെ സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ക്രിസ്തു തന്റെ രക്ഷ പകർന്നു കൊടുക്കുന്നത് നാം കാണുന്നുണ്ട്. അതുപോലെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാവരെയും വിമോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു ക്രിസ്തു ആ 3 വർഷം കൊണ്ട് ചെയ്ത കാര്യം. എല്ലാ മനുഷ്യരും അനന്ത സാധ്യതയുള്ളവരും അന്തസ്സുള്ളവരുമാണെന്നും എല്ലാവരും തുല്യരാണെന്ന അവബോധത്തിലൂടെ സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാവരും അനന്ത സാധ്യതയുള്ളവരും അന്തസ്സുള്ളവരാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം, അല്ലെങ്കിൽ എല്ലാവരും തുല്യരാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ, അവബോധം ഉണ്ടാകുമ്പോഴാണ് എല്ലാവർക്കും സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിക്കുക. എങ്കിൽ മാത്രമാണ് എനിക്ക് എന്റെ സഹോദരൻ സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കാനാവുകയുള്ളൂ. എന്റെ സഹോദരൻ എന്നെക്കാൾ താഴ്ന്നവനാണെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അവനെ ആ രീതിയിൽ ഞാൻ ബന്ധിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അവൻ അങ്ങനെയുള്ള സ്വാതന്ത്ര്യക്കുറവ് അവന്റെ ജീവിതം അനുഭവിക്കേണ്ടി വരും പലപ്പോഴും. ആ കാലഘട്ടത്തിലൊക്കെ ഒരു അടിമത്തം മേലാളന്മാരുള്ള ഒരു ജീവിത ക്രമങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ് കേരളത്തിലൊക്കെ അങ്ങനെയുള്ള സവർണർ അവർണർ രീതിയിൽ വലിയ അടിമത്തത്തിലൂടെ കടന്നുപോയ ഒരു ജനത ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ മാറുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ പലപ്പോഴും അവരൊന്നും അന്തസ്സില്ലാത്തവരാണ്, അവർക്കൊരു സാധ്യതയില്ല, അവർ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ജനിച്ചവരാണ്, അവർക്ക് അടിമകളായി ജനിക്കപ്പെട്ടവരാണ് എന്നുള്ള ചിന്തകളായിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നത്. എന്നാൽ അവരെല്ലാവരും വലിയ സാധ്യതയുള്ള ദൈവത്തിന്റെ മനുഷ്യരാണ്, മക്കളാണെന്നുള്ള ബോധ്യത്തിൽ അവർക്കും അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ട് ഒരു അന്തസ്സുള്ളവരാണെന്നും അവരും ഞങ്ങളൊക്കെ തുല്യരാ, അത് ഉണ്ടാവണമെങ്കിൽ ദൈവതാവിന്റെ മക്കൾ എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അതുണ്ടാകുന്നത്. ക്രിസ്തു എല്ലാവരും പിതാവ് എന്ന് വിളിക്കാനാണ് ഈശോ പഠിപ്പിച്ചത്. സ്വർഗ്ഗസ്ഥനായ പിതാവ് നമ്മളെല്ലാവരും പിതാവാണെന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും മക്കളാണെന്നും തുല്യരാണെന്നുള്ള ബോധത്തിലേക്ക് ഈശോ കൊണ്ടുവരിക ചെയ്തത്. അങ്ങനെ സമ്പൂർണ്ണമായ ഒരു വിമോചനം നൽകുക, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതായിരുന്നു ഈശോ ചെയ്ത ഒരു കാര്യം. നമ്മുടെ മനുഷ്യന്റെ സാധ്യതകളെ പരിമിതപ്പെടുത്തുന്ന പാപത്തിന്റെയും അടിമത്തത്തിന്റേതുമായ വ്യവസ്ഥകളെ തകർത്തു ഈശോ എല്ലാവരെയും സമ്പൂർണ്ണമായി വിമോചിക്കുന്നു. എല്ലാവരെയും പരിമിതപ്പെടുത്തുന്ന പാപത്തിന്റെ എല്ലാവരുടെയും സാധ്യതകളെ മുഴുവൻ പരിമിതപ്പെടുത്തുന്നത്. നമുക്കറിയാം എത്ര സ്വാതന്ത്ര്യത്തോടെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലവിധ പരിമിതികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിന് ക്രിസ്തു നൽകിയ സമ്പൂർണ്ണമായ രക്ഷ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ് സമ്പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യത്തോടെ നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും. സ്വർഗത്തിന്റെ സ്വാതന്ത്ര്യത്തോടെ, ദൈവമക്കൾ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ജീവിക്കാനാകുന്നത് യേശു നൽകിയ രക്ഷ അനുഭവിക്കുമ്പോൾ. യേശു ചെയ്തത് എങ്ങനെയാ? പാപത്തിന്റെ അടിമത്തിന്റെ എല്ലാ വ്യവസ്ഥകളെയും ഈശോ തകർത്തു കളഞ്ഞു. കാരണം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവൻ കുരിശിൽ സകല നിയമങ്ങളെ, അതുവരെ ഉണ്ടായിരുന്ന പാപത്തിന്റെ എല്ലാ നിയമങ്ങളെയും തീർത്തു കളഞ്ഞു. അതിന് നിരായുധമാക്കി, അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഈശോ എല്ലാവരെയും അടിച്ചമർത്തപ്പെട്ട അവസ്ഥയിൽ, പല വിധത്തിലുള്ള അടിച്ചമർത്തലിൽ നിന്നും ഈശോ എല്ലാവരെയും സമ്പൂർണ്ണമായ വിമോചനത്തിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ ലൂക്കാസ് സുവിശേഷം 17:15 10 കുഷ്ഠരോഗികളെ ആ ഒരു പദ്ധതിയിൽ നാം കാണുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നു, അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. 10 കുഷ്ഠരോഗികളെ ഈശോയുടെ അടുത്ത് കടന്നു വരുന്നത്. അവർ 10 പേരും തിരികെ പോകുന്ന വഴിക്ക് സുഖപ്പെട്ടു. അവർ ഒരുവൻ തിരികെ വന്നുകൊണ്ട് അവൻ ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. ദൈവമേ, പറ്റാതെ എല്ലാവരും നിന്ന് മാറ്റി നിർത്തപ്പെട്ട് എല്ലാവരും വെറുക്കപ്പെട്ട് മാറി ജീവിക്കേണ്ടി വന്ന ഒരു വ്യക്തി കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും, എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റാതെയുണ്ടോ? നെറ്റ് എന്തോ ഒരു ചെറിയ പ്രശ്നം വന്നായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ വ്യക്തികളെ സമ്പൂർണ്ണമായ വിമോചനത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു കടത്തിക്കൊണ്ടുവരുന്ന നാം കണ്ടിട്ടുണ്ട്. ലൂക്കാസ് സുവിശേഷം 19:21 നാം അവിടെ ഒരു ഈശോ അല്ലെങ്കിൽ ഒരു ന്യായാധിപൻ അല്ലെങ്കിൽ ഒരു ഭരണാധിപൻ, ഒരു യജമാനൻ തന്റെ ഭൃത്യന്മാർക്ക് പൈസ കൊടുത്തിട്ട് കാര്യത്തിന് പോയി തിരികെ വരുമ്പോൾ അവർ പണം തിരികെ നൽകും, വർദ്ധിപ്പിച്ചു നൽകുന്നത് കാണുന്നുണ്ട്. അവിടെ ഒരു വ്യക്തി അത് കുഴിച്ചിട്ട് അത് തന്നെ തിരിച്ചു കൊടുക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത്, നിന്നെ എനിക്ക് ഭയമായിരുന്നു, കാരണം നീ കർക്കശനും വയ്ക്കാത്ത എടുക്കുന്നതിനും വയ്ക്കാത്ത കൊയ്യുന്നതിനുമാണ് എന്നുള്ളത്. അങ്ങനെ ഒരു പേടി, ഭയം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിന്റെ അടിമയായിരുന്നു അവൻ. അവൻ യജമാനൻ നൽകിയ സമ്പത്ത് ഒന്നും ചെയ്യാൻ പറ്റാതെ പേടിച്ചിട്ട് അവൻ ഒന്നും ചെയ്തില്ല. അങ്ങനെ ആ സ്വാതന്ത്ര്യമില്ലായ്മ ജീവിക്കുകയും തിരികെ തന്നെ അത് ഏൽപ്പിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. അവിടെ ഈശോ പറയാണ്, അങ്ങനെയുള്ള ആ ഭയത്തിൽ നിന്ന് കൂടി വിമോചിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ഭയത്തിൽ നിന്ന് അനേകർ വിമോചിപ്പിക്കുന്നതും നാം കാണുന്നുണ്ട്. 10-ായത്തിന്റെ ഉപമ നാം വീണ്ടും ലൂക്കാസ് സുവിശേഷം 19:11 മത്തായി 25:14 ഇന്ത്യൻ യോഹന്നാൻ സുവിശേഷം 4:42 വാക്യത്തിൽ നാം സമരിയക്കാരിയെ കാണും. കിണറ്റിക്കരയിൽ കാത്തിരുന്ന ഈശോ ആ രക്ഷയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന സമരിയക്കാരിയെ കാണുന്നുണ്ട്. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്ന നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രമിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. സമരിയക്കാരിയുടെ ആ സമരിയ ഗ്രാമത്തിലെ വ്യക്തികൾ മുഴുവൻ പറയുന്ന കാര്യം ഇതാണ്, ലോകരക്ഷകൻ ഇവനാണ് എന്ന് പറയുമ്പോൾ യേശു ഒരു മകളെ രക്ഷിക്കാൻ വേണ്ടി കിണറ്റിൻകരയിൽ കാത്തിരുന്ന് ആളുടെ ജീവിതത്തിലേക്ക് ഞാനാണ് രക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് പകർന്നു കൊടുത്തു കഴിയുമ്പോൾ അവൾ ഓടി തന്റെ ഗ്രാമത്തിലേക്ക് ആ രക്ഷ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി അവൾ പകർന്നു കൊടുത്ത ആ രക്ഷ അവർ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവർ വന്ന് ഈശോ ക്ഷണിച്ചു, അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി യേശു അവരോടൊപ്പം ജീവിച്ചു 2 ദിവസം. അത് കഴിഞ്ഞപ്പോൾ ആ രക്ഷ അനുഭവിച്ചു, പൂർണ്ണമായിട്ട് ആ രക്ഷ അനുഭവിച്ചതിന് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ തുടങ്ങി. അവർ തിരിച്ചറിഞ്ഞിട്ട് ആ മകളോട് പറയാണ്, നീ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ ഈ രക്ഷ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈശോ ഒരു സമൂഹത്തെ മുഴുവൻ ഒരു വ്യക്തിയിലൂടെ രക്ഷയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നത്, താൻ നൽകാൻ പോകുന്ന രക്ഷ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പകർന്നു കൊടുക്കുന്നത് നാം കാണുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം 7-ാം 48 വാക്യത്തിൽ നാം അവിടെ പാപിനിയായ സ്ത്രീയെ കാണുന്നുണ്ട്. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുവരപ്പെട്ടതാ. അവള് സമൂഹത്തിൽ വേശ്യ എന്ന രീതിയിൽ കെട്ടപ്പെട്ടവളായിരുന്നു, സ്വാതന്ത്ര്യമില്ലാത്തവളായിരുന്നു, പുറത്തിറങ്ങി നടക്കാൻ സ്വാതന്ത്ര്യം അവൾക്കുണ്ടായിരുന്നില്ല. എല്ലാവരും കല്ലെറിയപ്പെട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ട രീതിയിൽ ഓടി വന്ന അവളുടെ ജീവിതത്തിൽ അവളോട് പറയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മേലിൽ പാപം ചെയ്യുന്ന അവളോട് പറഞ്ഞുകൊണ്ട് അവളെ സ്വാതന്ത്ര്യത്തിൽ കടത്തിക്കൊണ്ടുവരുന്ന ക്രിസ്തുവിനെ നാം കാണുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം 7:40 നാം കാണുന്നുണ്ട്. സക്കൈവസിനെ കാണുമ്പോൾ സക്കൈവസിന്റെ ജീവിതത്തെയും അങ്ങനെ വലിയ സ്വാതന്ത്ര്യം അടിച്ചമർത്തപ്പെട്ട ആ അവസ്ഥയിൽ നിന്ന് യേശു കടത്തിക്കൊണ്ടുവരുന്നത് നാം കാണുന്നുണ്ട്. 5-ാമത്തെ കാര്യമാണ് കർത്താവിന് സ്വീകാര്യമായ വത്സരം എന്ന് പറയുന്നത്.
അത് പ്രഖ്യാപിക്കാനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് എന്ന് ഈശോ പറയുകയാണ്. അടിമത്തമല്ല, പുത്രത്വമാണ് ക്രിസ്തു നൽകുന്നത്. സാധാരണ അടിമത്തത്തിലേക്ക് സകല മനുഷ്യരെയും നയിച്ചപ്പോൾ ഈശോ വന്നത് എല്ലാവരെയും സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കർത്താവ് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിച്ചുകൊണ്ട് അത് ഈശോ എല്ലാവരെയും പുത്രത്തിലേക്ക് അല്ലെങ്കിൽ പുത്രന്മാരുടെ സ്ഥാനത്തേക്ക് വീണ്ടും ഉയർത്തുന്ന കാണും. എന്ന് പറയുമ്പോൾ ദൈവിക ഭരണം ഈ ലോകത്തിൽ വരുന്ന മത്സരം അല്ലെങ്കിൽ സമയം പൂർണ്ണമായിട്ടും ദൈവം ഭരണം നടത്തുന്ന ദൈവിക ഭരണം ഈ ഭൂമിയിൽ നടത്തപ്പെടുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭരണത്തിന് കീഴിലേക്ക് എല്ലാ മനുഷ്യരെയും കൊണ്ടുവരുന്ന സമയം മത്സരം പ്രഖ്യാപിക്കാനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നതെന്നും ആ പ്രഖ്യാപനം നടത്തുകയും അത് ക്രിസ്തു കുരിശിൽ പൂർണ്ണമാക്കുന്നതും നാം കണ്ടുമുട്ടുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകം 25-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നാം അവിടെ വായിക്കുന്നു, 50-ാം വർഷത്തെ നീ വിശദീകരിക്കണം, ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം, അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും, ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം, ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങി പോകട്ടെ. നമ്മൾ കർത്താവ് സ്വീകാര്യമായ മത്സരം എന്ന് പറയുമ്പോൾ ജൂബിലി വർഷത്തെ കുറിച്ചാണ് ക്രിസ്തു അവിടെ പറഞ്ഞു വെക്കുന്നത്. ജൂബിലി വർഷത്തിൽ 7 വർഷം ചേരുന്ന 49 വർഷത്തിന് ശേഷം വരുന്ന 50-ാമത്തെ വർഷത്തെയാണ് ജൂബിലി വർഷമായിട്ട് ആചരിക്കണമെന്ന് ദൈവമായ കർത്താവ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആ വർഷം എല്ലാ അടിമകൾക്കും സ്വാതന്ത്ര്യം നൽകണമെന്ന് ദൈവമായ കർത്താവ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ വർഷം കൃഷി ചെയ്യാൻ പാടില്ല, കൃഷി സ്ഥലത്തെ പോലും സ്വതന്ത്രമാക്കണം, അതിനെ വെറുതെ ഇടണം, അവിടെ പൊട്ടിമുളച്ചുണ്ടാക്കുന്ന ഫലങ്ങൾ എല്ലാവർക്കുമായിട്ട് ഭക്ഷിക്കാം, നമുക്ക് ഇത് ശേഖരിച്ച് വെക്കരുത്, എല്ലാവർക്കും ഭക്ഷിക്കാനായിട്ട് കൊടുക്കണം. ആരെങ്കിലും സ്ഥലം നാം അതിന് മുമ്പ് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരികെ നൽകണം. ആരെങ്കിലും അടിമപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധത്തിലൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സ്വതന്ത്രരാക്കണം. ആർക്കിടയ്ക്ക് സ്വത്തൊക്കെ നമ്മൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തിരികെ കൊടുക്കണം. ഓരോരുത്തരും സ്വന്തം നാട്ടിലേക്ക് തിരികെ പോകണം, അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് തിരികെ പോകണം. മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് അവിടെ നിന്ന് വാഹനങ്ങൾ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ തിരികെ പോകണം. അങ്ങനെ വലിയ സ്വാതന്ത്ര്യം ലഭിക്കുന്ന വർഷമാണ് ജൂബിലി വർഷം എന്ന് പറയുന്നത്. അപ്പൊ ആ ജൂബിലി വർഷമാണ് ആ സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം, എല്ലാവർക്കും സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം, എല്ലാവർക്കും സമ്പൂർണ്ണമായ വിമോചനം അങ്ങനെ ലഭിക്കുന്ന ആ വർഷത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ ഒരു വർഷത്തെക്കുറിച്ച്, ആ സമയത്തെക്കുറിച്ചാണ് ഞാൻ പ്രഖ്യാപിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത്. അത് ഈശോ തന്നെ കുരിശുമരണത്തിലൂടെ ആ സമയം പൂർത്തീകരിക്കുന്നു. നമ്മൾ കുരിശിൽ കാണുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും നാം കാണുന്നുണ്ട്. 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം, ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനെ വളർന്നോ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളികളിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരിക്കും. പിന്നെ അത് പറഞ്ഞു വെക്കുന്നത് തന്നെയാണ്. അത്രയേറെ സ്വാതന്ത്ര്യത്തോടെ മനുഷ്യൻ ജീവിക്കാനാകുന്ന വെച്ചാൽ അവന്റെ അധ്വാന ഫലമല്ല അവൻ ഭക്ഷിക്കുന്നത്. അവിടെ സ്വാതന്ത്ര്യത്തോടെ അവിടെ ദൈവം ഈ ഭൂമിയിൽ പൊട്ടിമുളപ്പിച്ച് അവിടെ ഉണ്ടാകുന്ന താനെ വളരുന്ന കൊയ്യ അതെല്ലാം അത് ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ സ്വർഗത്തിന്റെ അവസ്ഥയിൽ ദൈവമക്കൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന ഒരു മക്കളുടെ സമയം എന്ന് പറയുകയാണ്. ആ സമയത്തെ കുറിച്ചാണ് ഈശോ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ പരിപൂർണമായ വിമോചനം, സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം, പരിപൂർണമായ വിമോചനവും സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന ഒരു സമയത്തെ കുറിച്ച് ഈശോ പറഞ്ഞു വെക്കുന്നു. രക്ഷകന്റെ വരവ് എല്ലാവർക്കും പാപത്തിലുള്ള മോചനവും ദൈവീയ ജീവനുള്ള പങ്കാളിത്തവും തിരികെ നൽകി എന്ന് പറയുമ്പോൾ രക്ഷകന്റെ വരവിലൂടെ, ആ രക്ഷയിലൂടെ എല്ലാവർക്കും പാപത്തിലുള്ള മോചനം, സാധാരണ പാപത്തിന്റെ അടിമത്തിൽ ജീവിച്ചിരുന്ന എല്ലാവർക്കും മോചനവും ദൈവിക ജീവനിലേക്കുള്ള തിരികെയുള്ള പങ്കാളിത്തവും നൽകപ്പെട്ടു എന്നുള്ളതാണ്. മത്തായി സുവിശേഷം 26-ാം വാക്യത്തിൽ നാം അവിടെ വായിക്കുകയാണ്, അപ്പോൾ അവൻ ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. നാം സുവിശേഷം വായിച്ചപ്പോൾ നമുക്ക് ബറാബാസ് ആരാണെന്ന് അറിയാം. വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ബന്ധിക്കപ്പെടുകയും മരണത്തിൽ വിധിക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ്. എന്നാൽ യേശു കുരിശുമരണം ഏറ്റെടുത്തതിലൂടെ അവന് വേണ്ടി കൂടി യേശു ആ കുരിശുമരണം ഏറ്റെടുത്തുകൊണ്ട് അവനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതും അവന്റെ ജീവിതത്തിൽ ആ സ്വാതന്ത്ര്യത്തിന്റെ സമയം അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നതും ആ നിമിഷം കടന്നു വരുന്നതും നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ അവിടെ നാം ഒരു ബാലികയെ കാണുന്നുണ്ട്, മരിച്ചുപോയ ഒരു ബാലികയെ. അവിടെ പറയുകയാണ്, അവൻ അവളുടെ കൈക്ക് പിടിച്ച് ബാലിക എഴുന്നേൽക്കുക എന്നപ്പോൾ തലിത്താക്കും എന്ന് പറഞ്ഞു. അവളുടെ ജീവിതത്തിൽ ആ സമയം കൊണ്ടുവരുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ജീവനിലേക്ക് കടന്നു വരുന്നതിന്റെ ആ രക്ഷ, നിത്യജീവന്റെ ഉറവിടമായ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്നതിന്റെ ആ സമയം അവളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതും അവൾ അനുഭവിക്കുന്നതും അവളും രക്ഷയിലേക്ക് കടന്നു വരുന്നതും നമുക്ക് കാണുന്നു. ജാരൂസിന്റെ മകളെ നമ്മൾ കാണുന്നതാണ്. മത്തായി സുവിശേഷം 9:20 ലൂക്കാ 8:49 ഈ മകളെ നമ്മൾ ജാരൂസിന്റെ മകളെ നമ്മൾ കാണുന്നത്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അങ്ങ് എന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രമിക്കുമെന്നും എനിക്കറിയാം, എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു, അവന്റെ കൈകാലുകൾ നാട കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവന്റെ കെട്ടുകളായിരിക്കും, അവൻ പോകട്ടെ. യേശു ലാസറിനെ ഉയർപ്പിക്കാൻ ചെന്നേക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. യേശുവിന്റെ ദൈവാശ്രയബോധം, പിതാവായ ദൈവത്തിലുള്ള ആശ്രയബോധം അവിടെ നമ്മൾ കാണുന്നത് കൃത്യമായിട്ട്. എന്റെ പ്രാർത്ഥന അങ്ങ് എപ്പോഴും ശ്രമിക്കുന്നത് എനിക്കറിയാം, ഞാൻ അങ്ങിൽ ആശ്രയിച്ച എന്റെ പ്രാർത്ഥന ശ്രമിക്കുന്നത് എനിക്ക് നല്ല ഉറപ്പാണ്. അത്രയേറെ ആശ്രയിക്കുന്ന വ്യക്തിയാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ആ യേശു ആ ലാസറിനെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുകൊണ്ട് സമ്പൂർണ്ണമായി വിമോചനം നൽകി, അവന്റെ അന്ധത മാറ്റി, ആ കുടുംബത്തിന്റെ അന്ധത മാറ്റി, ആ സമൂഹത്തിന്റെ അന്ധത മാറ്റി, അവിടെ സമൂഹത്തിന്റെ മുഴുവൻ അന്ധത മാറ്റി അവരെ സമ്പൂർണ്ണമായി വിമോചനത്തിൽ കൊണ്ടുവന്ന് ആ ലാസറിനെ വിമോചനം കൊണ്ടുവരുന്നതും അവരുടെ ജീവിതത്തിലേക്ക് രക്ഷയുടെ സമയത്തെ കടത്തി കൊണ്ടുവരുന്നതും കാണുന്നു. ലൂക്കാസ് സുവിശേഷം 21:43 നാം നല്ല കള്ളനെ കാണും. നല്ല കള്ളനെ നമ്മൾ പേരിട്ട് വിളിക്കുന്നത്, സ്വർഗ്ഗത്തെ സ്വന്തമാക്കിയവൻ എന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നു, യേശു അവരോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പരദീസായിലായിരിക്കും. ഒരു സ്വാതന്ത്ര്യമില്ലാതെ ജീവിച്ച വ്യക്തി അവന്റെ ജീവിതത്തിലേക്ക് സ്വർഗ്ഗത്തിന്റെ സമയം കടന്നു വരികയാണ്. അവനും സ്വർഗ്ഗത്തിൽ കടന്നു, അവൻ സമ്പൂർണ്ണമായിട്ട് വിമോചിക്കപ്പെട്ടു, പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക്, ദൈവമകന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് അവൻ കടന്നു വരുന്നത് നമുക്ക് കാണുന്നത്. കുരിശുമരണത്തിലൂടെ പരദീസയിലൂടെ ഈശോ തിരിച്ചറിഞ്ഞു. കുരിശുമരണത്തിലൂടെ മനുഷ്യർക്ക് നഷ്ടപ്പെട്ട പരദീസ എന്ന് പറയുന്ന ആ അനുഭവം ഈശോ തരികെ നൽകിയാണ്. ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം 20-21 നമ്മൾ വായിക്കുന്നു, പുസ്തകം അടച്ച് ശുശ്രൂഷ ഏൽപ്പിച്ച ശേഷം അവനിരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കും. ഈശോ 3 വർഷക്കാലം താൻ ചെയ്യാൻ പോകുന്ന പ്രവർത്തന പദ്ധതി എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചുകൊണ്ട് ആ പദ്ധതി തന്റെ ജീവിതത്തിലൂടെ 3 വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കുന്നത് നാം കാണുന്നുണ്ട്. അത് കുരിശുമരണ ഉദ്ധാന വാഗ്ദത്തത്തിലൂടെ പൂർത്തീകരിച്ച് മനുഷ്യർക്കായിട്ട് എന്നേക്കുമായിട്ട് ആ രക്ഷ ഈശോ പകർന്നു നൽകി. എന്നിട്ട് ഈശോ ആ വചനം വായിച്ചിട്ട് അവസാനം അവിടെ ഇരുന്നിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ ആധികാരികമായിട്ട് അവർ പറയാൻ പാടില്ല. എന്താ പറയാണ്, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. ഇന്ന് ഈ നിമിഷം
എല്ലാ മക്കൾക്കും പൂർണ്ണമായ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും സ്വതന്ത്രരാക്കിയിരിക്കുന്നു എന്ന് ഈശോ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അവൻ അത് കുരിശിലൂടെ അത് നിറവേറ്റുന്നതും നാം കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു തന്റെ കുരിശ് മരണദാന മാതൃകത്തിലൂടെ ആ 3 വർഷത്തെ ജീവിതത്തിലൂടെ മനുഷ്യ രക്ഷയ്ക്കായിട്ട് ചെയ്യാൻ പോകുന്ന പദ്ധതിയെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയും അത് പ്രതീകാത്മകമായിട്ട് ഒത്തിരിയേറെ അനുഭവം, ഒത്തിരിയേറെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കുഷ്ഠരോഗിയിലൂടെയും അല്ലെങ്കിൽ തളർവാദ രോഗിയിലൂടെയും രക്തസ്രാവകാരി സ്ത്രീയുടെ ഒക്കെ അത് ചെയ്തു വെക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. അത് കുരിശിൽ ഈശോ പൂർണ്ണമായിട്ടും അത് പൂർത്തീകരിക്കുന്നത് നാം കാണുന്നു. ഈ രക്ഷ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ, യേശു നൽകിയ ഈ രക്ഷ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്കാകട്ടെ. ഞാൻ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മൾ വളരെ മനോഹരമായ ഒരു ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യുകയായിരുന്നു. നമ്മളെ ജീവിതത്തെയൊക്കെ സ്പർശിക്കുന്ന വിധത്തിൽ തന്നെയാണ് ക്ലാസ്സുകൾ. കാരണം അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ക്ലാസ്സുകളാണെന്നുള്ളതാണ്. അത് വായിച്ച് ധ്യാനിച്ച് അത് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നു. കർത്താവിൻ്റെ പദ്ധതി തന്നെയാണ്. അത് അങ്ങനെയാണ് നമ്മൾ ക്ലാസ്സിലൂടെ നമ്മൾ കേട്ടത്. നമ്മുടെ പ്രിയപ്പെട്ട ജെനി സാറ് പറഞ്ഞത് പ്രത്യേകിച്ച് ഈശോയുടെ ആ പ്രവർത്തന പദ്ധതിയിലെ 5 കാര്യങ്ങളെ പറ്റിയാണ്. ലൂക്കായുടെ സുവിശേഷം 4:18 കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട്, അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും എല്ലാം. അത് 5 കാര്യങ്ങൾ. അതിലൊന്ന് ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവപിതാവിൽ ആശ്രയം വെച്ചുകൊണ്ടുള്ള ആ ജീവിതം, നമ്മുടെ ജീവിതം, അപ്പോൾ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവപിതാവിനെ ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ദൈവമാണ് എല്ലാം നമുക്ക് എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാനുള്ള ഒരു ആഹ്വാനം ആണ്. ഒന്നാമത്തേത് ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. അതിന്റെ സുവിശേഷത്തെ അടിസ്ഥാനമാക്കിയുള്ള പല കാര്യങ്ങൾ പറയണ്ടായി. ലൂക്ക 12:22 ദൈവപരമായുള്ള ആശ്രയം. അതുപോലെ മത്തായിയുടെ സുവിശേഷം 6:33 പറയുന്നത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അവർക്കെല്ലാം നൽകപ്പെടും. അതുപോലെ കുഷ്ഠരോഗിയുടെ കാര്യം പറയുന്നുണ്ട്. മർക്കോസ് 1:40 കുഷ്ഠരോഗി, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്നുള്ള പറഞ്ഞുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ശതാധിപന്റെ കാര്യം പറയുണ്ടായി. ശതാധിപൻ പറയാണ്, അങ്ങ് ഒരു വാക്കറിയിച്ചാൽ മതി, എൻ്റെ കൃത്യം സുഖമാക്കപ്പെടും എന്നുള്ള ആ വിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയം അവിടെ കാണുകയാണ്. അതുപോലെ നമ്മൾ പിന്നീട് കണ്ടത് ആട്ടിടയന്മാരോട് പറയുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ശിമിയോനും അന്നായുടെയും കാര്യങ്ങൾ നമ്മൾ കേട്ടു. ലൂക്കായുടെ സുവിശേഷം 2:16 വീണ്ടും വിധവയുടെ സമർപ്പണം, ദൂർത്തപുത്രൻ ദൈവപിതാവിലേക്ക് തിരിച്ചു വരുന്നത്, സക്കേവൂസിന്റെ കാര്യം. ഇതെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ജീവിതത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം നമ്മുടെയും ജീവിതത്തിലെ അത് കാര്യമാകട്ടെ എന്ന് പ്രത്യേകം ഓർക്കാം. അതുപോലെ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഭാര്യയുടെ 4ാമത്തെ പ്രസവം കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയിൽ ദൈവത്തിന്റെ പരിപാലനം വിശ്വസിച്ചു. അപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ, ATM കാർഡ് ഒരു കൂട്ടുകാരൻ കൊടുത്തു, ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തി. അതിലൂടെ കർത്താവ് വിശ്വസിക്കുക. അപ്പോൾ അതെല്ലാം സംഭവിച്ചു, വേണ്ടതായതെല്ലാം കൊടുക്കാനൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. കയ്യിലൊന്നുമില്ലായിരുന്നു, പക്ഷെ എന്നാലും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, അതുപോലെ കൂടെയുള്ള കൂട്ടുകാരുമൊക്കെ, അതൊക്കെ നമ്മളെയും ജീവിതത്തിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുന്നവരും ചെയ്തവരുമെല്ലാം ജെനിയുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ. അതുപോലെ രണ്ടാമത്തെ ഇതാണ് ബന്ധിതർക്ക് മോചനം എന്നുള്ളതിനെ പറ്റിയുള്ളത്. റോമ 7:24 പറയുന്ന, ഞാനൊരു ആരെന്നെ മോചിപ്പിക്കും, എല്ലാം ബന്ധനത്തിലാണ്. അപ്പോൾ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു ചൈതന്യമാണ് അവിടെ കാണുന്നത്. അതുപോലെ തന്നെ പുത്രൻ നിങ്ങളെ സ്വന്തമാക്കിയാൽ എല്ലാം സ്വന്തമാകും, യോഹന്നാൻ 8:36 പറയുന്ന വചനം. അതുപോലെ തന്നെ കർത്താവിന്റെ വചനം ജനനത്തെ പറ്റി പറയുന്നത്, അവളൊരു പുത്രനെ പ്രസവിക്കുന്നവന് യേശു എന്ന് പേരിടണം. അപ്പോൾ എല്ലാവിധത്തിലുള്ള ബന്ധനത്തിൽ നിന്ന് മോചനം കൊടുക്കുവാൻ വേണ്ടിയാണ് യേശു വന്നത്. ബന്ധനത്തിൽപ്പെട്ട പല വിധത്തിലുള്ള ബന്ധനങ്ങള്, തിന്മയുടെ, പാപത്തിന്റെ, അതുപോലെ തളർവാദ അവസ്ഥയിൽ പെടുമ്പോഴും അവിടെ ഒരു ബന്ധനമാണ്. അവർക്ക് എല്ലാം
ആ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന യേശുവെ നമ്മളവിടെ കാണുകയാണ്. അപ്പോൾ ബന്ധിതർക്ക് മോചനം നൽകുന്ന ഈശോ, അത് അതിനു വേണ്ടിയാണ് കർത്താവ് വന്നത്. അതുപോലെ തന്നെ വീണ്ടും ബെത്സദായിലെ രോഗശാന്തി, ഒത്തിരി വർഷങ്ങളായിട്ട് 38 വർഷമായിട്ട് അവിടെ കിടന്നിരുന്ന വ്യക്തിക്ക് ഈശോ സൗഖ്യം നൽകുന്നു. അതുപോലെ തന്നെ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തി, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് 1 മുതൽ 20 വരെയുള്ളതിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 18 വർഷമായി കൂന് ബാധിച്ച ഒരു ഒരു സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധനത്തിൽ നിന്ന് മോചനം കൊടുക്കുകയാണ്. സമ്പൂർണമായ മോചനം കൊടുക്കുന്ന ഈശോയെ പറ്റി, അതാണ് ഈശോയുടെ പ്രവർത്തനം. അതിനുവേണ്ടിയാണ് കടന്നു വന്നത് എന്ന് അവിടുന്ന് അറിയിച്ചിരുന്നു. ലൂക്ക 4:18 മുതലുള്ള 18-ലും 19-ലുമാണ് പറയുന്നത്. എന്തിനു വന്നു എന്നുള്ളതിന്റെ തന്റെ പ്രവർത്തനം, തന്റെ ലക്ഷ്യം, അതിനെപ്പറ്റിയാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള മോചനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ മോചിപ്പിച്ച് അവരെ സ്വർഗരാജ്യത്തിലേക്ക് ആക്കുക എന്നുള്ളത്. മൂന്നാമത്താണ് അന്ധർക്ക് കാഴ്ച കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതായത് അതിനെപ്പറ്റി പറയുന്നത് ജീവിത ലക്ഷ്യം, ജീവിതത്തെ കുറിച്ച് വ്യക്തതയും കൃത്യതയും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈശോ വ്യക്തതയും കൃത്യതയും ഒക്കെ കൊടുത്തു നമ്മളവിടെ കാണുന്നുണ്ട്. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനങ്ങള് വലിയ പ്രകാശം കണ്ടു. അവര് അന്ധകാരത്തിലാണ്, അവർക്ക് വ്യക്തതയില്ല. അവര് അന്ധകാരം വരുമ്പോൾ തന്നെ ഒരു ഭയമാണ്. അപ്പോൾ അവിടെയുള്ളവർ ഒരു വലിയൊരു പ്രകാശം കണ്ട് അവർക്ക് ഒരു വ്യക്തത കാണുകയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തില് നമ്മൾ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊക്കെയുള്ള ആ തിരിച്ചറിവുകള്, നമ്മൾ ദൈവത്തിൽ നിന്ന് വന്നു, അവിടുത്തെ സ്നേഹിച്ച് മനസ്സിലാക്കി വീണ്ടും നമ്മുടെ അവിടുത്തെ പക്കലേക്ക് പോവുക. നമ്മുടെ ഈ ജീവിതത്തിലായിരിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, അങ്ങനെ ഒരു വ്യക്തത, ഒരു കാഴ്ചയുള്ളവരായി. അതാണ് മൂന്നാമത്തേത്. നാലാമത്താണ് അടിച്ചമർത്തപ്പെട്ടത്. പല വിധത്തില് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയവർ, അടിച്ചമർത്തപ്പെട്ടവരുടെ ജീവിതത്തില് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് വന്നത്. അനന്ത സാധ്യതയുള്ളവരാണ് ഓരോ മനുഷ്യരും. അതുപോലെ അന്തസ്സുള്ളതാണെന്നുള്ളത്, ഡിഗ്നിറ്റി, ഹ്യൂമൻ ഡിഗ്നിറ്റി, അതൊക്കെ നഷ്ടപ്പെട്ടു പോയ സമൂഹങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾക്കറിയാം, നമ്മുടെയും എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ അങ്ങനെ ഒരു അന്തസ്സില്ലാതെ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി അങ്ങനെയുള്ള അവസ്ഥയില് അടിമകളായിട്ട് കരുതുന്ന ആ അവസ്ഥയിൽ നിന്നെല്ലാം അവർക്ക് മനുഷ്യത്വം കൊടുക്കുവാനായിട്ട്, അവരുടെ മഹിമ പ്രഖ്യാപിക്കുക, അവർക്ക് അനന്ത സാധ്യതയുള്ളവരാണെന്നുള്ള ആ ഒരു ബോധ്യങ്ങൾ കൊടുക്കുക. അതാണ് അതിലെ കുഷ്ഠരോഗികളുടെ കാര്യം പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 17 അധ്യായത്തില് 10 കുഷ്ഠരോഗികൾ, അവരിൽ ഒരാൾ മാത്രമേ തിരിച്ചു വന്നുള്ളൂ. അതുപോലെ തന്നെ 10 നാണയം കൊടുത്ത അതിൽ ഒരാള് ഭയമായിരുന്നു. ആ ഭയത്തിൻ്റെതായ, അതായത് അടിച്ചമർത്തപ്പെട്ട അവസ്ഥ, അതിൽ നിന്നെല്ലാം മോചനം കൊടുക്കുന്നവനാണ് കർത്താവ് എന്നുള്ളതാണ്. അതുപോലെ സമറിയക്കാരി സ്ത്രീ യുടെ കാര്യം പറഞ്ഞു. സ്വാതന്ത്ര്യം കിട്ടി, മനസ്സിലാക്കി, തൻ്റെ നാട്ടിലേക്ക്, തൻ്റെ പട്ടണത്തിലേക്ക് പോയി അവിടെയുള്ളവരെ വിളിച്ചു കൊണ്ടുവരുന്നു. അവര് വന്ന് കണ്ടു പറയുകയാണ്, നീ പറഞ്ഞതുകൊണ്ടല്ല, ഞങ്ങൾ കാണുകയും വിശ്വസിക്കുകയും ചെയ്തു. അവർക്ക് ആ അവസ്ഥയിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളതാണ്, ആ ഒരു തിരിച്ചറിവ് അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് നാലാമത്തത്. അഞ്ചാമത്തത് കർത്താവിന് സ്വീകാര്യമായ വത്സരം, അതായത് അടിമത്തമല്ല, പുത്രത്വമാണ്. നമ്മള് പുത്രരാണ്, പുത്രരും പുത്രിമാരുമാണ്. അതായത് ദൈവീക ഭരണം ആണ് കർത്താവിന്റെ ആ ഭരണം. അവിടുത്തേക്ക് പരിപൂർണമായി വിമോചനമുള്ള ഒരു ജീവിതം, സമ്പൂർണമായ സ്വാതന്ത്ര്യം, അത് നേടിത്തരുവാൻ വേണ്ടിയാണ് കർത്താവ് വന്നത്. അതിൽ പല ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ബറാബാസ് വിട്ടുകൊടുത്തു. കാര്യം യേശു കുരിശിൽ മരിച്ചു. യേശു ആ വ്യക്തിക്ക് വേണ്ടി പോലെ ആ കർത്താവിന്റെ വത്സരം പ്രഖ്യാപിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നല്ല കള്ളന്റെ കാര്യം പറഞ്ഞു, അതുപോലെ ബാലികയുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഇതിലൂടെ എല്ലാം കർത്താവ് തന്റെ സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുകയാണ്. ദൈവീക ഭരണം അവിടെ നമ്മൾ കാണുകയാണ്. അതുപോലെ ലേവ്യർ 25:10 നമ്മൾ കാണുന്നതും 50 വർഷം കൂടുമ്പോൾ ജൂബിലി ആഘോഷിക്കുന്നതിനെ പറ്റി, അവിടെയെല്ലാം ദൈവികമായ സാന്നിധ്യവും ആ ഒരു
അനുഭവത്തെ പറ്റിയൊക്കെയാണ് നമുക്ക് ക്ലാസ്സിലൂടെ കേട്ടത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഷിജുവിലൂടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിനും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഒലിവിൻ മുതലൂടെ പാട്ടും ആ ഒരു ദൈവിക അനുഭവം നമ്മളിലേക്ക് ഉണർത്തി. അപ്പോൾ പ്രത്യേകമായിട്ട് ജെനി സാറിനും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ നേതൃത്വം വഹിച്ച എല്ലാവരെയും പറ്റി ഓർത്ത് നന്ദിയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, അവിടുന്ന് വീണ്ടും നമ്മളെ ഒരുമിച്ച് കൂട്ടി പഠനത്തിലൂടെ നമ്മൾ വീണ്ടും കൂടുതൽ ദൈവീകമായ അനുഭവത്തിലേക്ക് നമ്മൾ ഉയരുകയും വളരുകയൊക്കെ ചെയ്യുകയാണ്. നമ്മൾക്ക് ലഭിക്കുന്നതായ ഈ ജ്ഞാനങ്ങൾ, അതിലൂടെ നമ്മൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തിലൂടെ നമ്മൾക്കും ആ ഒരു സ്വാതന്ത്ര്യം ലഭിച്ചുകൊണ്ട് അതിലൂടെ മറ്റുള്ളവരെയും നമ്മൾ അനുയിക്കുവാനായിട്ട്, ദൈവമഹത്വം പകർന്നുവാനായിട്ട് ഈശോയിൽ ആയിത്തീർന്നുകൊണ്ട്, മുഴുവനായി തീർന്നുകൊണ്ട് നമ്മുടെയും കൂടെ ഉള്ളവരെ, നമ്മുടെ കണ്ടുമുട്ടുന്നവർക്കൊക്കെ ദൈവികമായ സ്വാതന്ത്ര്യം കൊടുക്കുവാനായിട്ട്, അവരെ ആദരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണമെന്ന് നിത്യം പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ആശീർവദിക്കണമെന്ന് നിത്യം പ്രാർത്ഥിക്കുന്നു. കടന്നു വരാൻ സാധിക്കാത്തവരെയും ആശീർവദിക്കണമേ. രോഗികളായിട്ടുള്ളവർക്ക് സൗഖ്യം കൊടുക്കണമേ നിത്യം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം, പിതാവിന്റെ സകല രക്തസാക്ഷികളുടെ മുഖ്യദൂതന്മാരുടെയൊക്കെ മാധ്യസ്ഥം ലഭിക്കട്ടെ. ഈശോയുടെ തിരുരക്തത്തെ നമ്മളെ ഓരോരുത്തരും കഴുകി വിശുദ്ധീകരിക്കട്ടെ. നിത്യസഹായന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾക്ക് ലഭിക്കട്ടെ. ഈശോയെ പറ്റി പറഞ്ഞത് തന്നെയാണല്ലോ, കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട്, അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവ് ഞങ്ങളെയും അതേ ആത്മാവിനാൽ നിറയ്ക്കണമേ. ഞങ്ങളും അങ്ങനെ വെളിച്ചമുള്ളവരായി, ഞങ്ങളും കാഴ്ചയുള്ളവരായി, ബോധ്യമുള്ളവരായി മുന്നോട്ട് പോകാനുള്ള ഒരു കൃപ എപ്പോഴും ഞങ്ങൾക്ക് തരണമേ. അവിടുത്തെ മുറുകെ പിടിക്കുവാനുള്ള ഒരു കൃപ തരണമേ. പാപത്തിൽ നിന്ന് അകന്നുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുവാൻ, സ്നേഹത്തിൽ ജീവിക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് ഓരോരുത്തരും നൽകുകയും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആവശ്യം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും പരിശുദ്ധമ്മയുടെ പ്രത്യേകം ആദിച്ച് ഓരോരുത്തരും ലഭിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛന്റെ ഓർഡിനേഷൻ ഡേ ആണ് നാളെ. പ്രത്യേകമായിട്ട് നേരത്തെ തന്നെ അതിന്റെ ആശംസകളും പ്രാർത്ഥനകളും അച്ഛന്റെ സ്നേഹപൂർവ്വം ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നേരുന്നു. നാളെ ഞങ്ങൾ മുനമ്പത്ത് 10:30 കുർബാന ചെല്ലുന്നുണ്ട്, കുർബാന അർപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് അച്ഛനെ ഓർത്ത് പ്രാർത്ഥിച്ചോളാം. താങ്ക് യു. താങ്ക് യു അച്ഛൻ. ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് ഒരു വലിയൊരു ഒരു ഭാഗ്യമാണ്. അച്ഛൻ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഇരിക്കുന്നത്. അച്ഛൻ ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് എല്ലാ ആഴ്ചയിലും ഞങ്ങൾക്ക് സപ്പോർട്ടും ഒരു ബലവുമാണ് അച്ഛൻ ഞങ്ങൾക്ക് കൂടെ ഉള്ളത്. അതുപോലെ ഞങ്ങൾക്ക് ബ്ലെസ്സിങ് എപ്പോഴും തരുന്നു. അച്ഛാ, ഞങ്ങളുടെ പ്രാർത്ഥനയും പ്രത്യേക വിശ്വസും അച്ഛന് പ്രത്യേകം ഉണ്ട്. നന്ദി പറയുന്നു. അവിടുന്ന് തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ദൈവം സിസ്റ്റർ ആയിരിക്കും അറിയിച്ചതല്ലേ? അല്ലെ, ഞാൻ ആരോടും പറഞ്ഞില്ല. സിസ്റ്ററോട് ഞാൻ പറഞ്ഞില്ല, ഗ്രൂപ്പിൽ കണ്ടായിരിക്കും. സിസ്റ്റർ ചേച്ചിക്ക് എന്തോ ട്രാവലിലെങ്ങാണെന്ന് തോന്നുന്നു, ഇറങ്ങിയെന്ന് തോന്നുന്നു. ഞാനും ഇറങ്ങുവാണ് കേട്ടോ. അടുത്ത പ്രത്യേകം നന്ദി കേട്ടോ. പ്രാർത്ഥിച്ചതിനും പ്രാർത്ഥിക്കുന്നതിനും പ്രാർത്ഥിക്കാൻ പോകുന്നതിനൊക്കെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കാൻ പറ്റുമെങ്കിൽ, സാധ്യതയുണ്ടെങ്കിൽ ഒന്ന് ഓണാക്കിക്കോ. നമ്മളൊരു കടന്നു പോകുന്ന വഴികളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് തമ്മിലൊരു കണക്ഷൻ, ഒരു ബന്ധമുള്ളത് മനസ്സിലാവുന്നുണ്ടെന്ന്. വീഡിയോ ഓണാക്കാൻ പോലെ നിങ്ങളുടെ മുഖം കാണുമ്പോഴൊക്കെ അറിയാലോ. ഇങ്ങനെ ജമ്മച്ചേച്ചിയെ കാണത്തില്ല, ബാക്കി റൂമേ കാണത്തുള്ളൂ. കുറച്ചും കൂടെ പൊങ്ങിക്ക്. എളിമപ്പെട്ട് താന്ന് കുഴിയിലിരിക്കുക. അങ്ങനെ. ഓക്കെ. പാലല്ലാത്ത എല്ലാ ആളെന്നുള്ള അവസ്ഥ.
ആയിട്ടുണ്ട്. ഏതോ ഒരവസ്ഥയിലായിട്ടുണ്ട്. നമ്മള് ഈ ഇത് ശരിക്കും ഫിസിക്കലിൽ നമ്മൾ വരുമ്പോഴാണ് നമുക്ക് കുറെ കൂടി ഇത് മനസ്സിലാകുന്നത്. ഒന്ന് നമ്മൾ ആഴ്ച ഞാനത് ഇങ്ങനെ പറഞ്ഞു പോകുന്ന നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ ആവർത്തിച്ച് ഇതിലൂടെ പോകുമ്പോഴേ നമുക്കതൊന്ന് ഇത് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഒന്ന് കഴിയുമ്പോൾ അടുത്തത് മറന്നു പോകും, അടുത്ത് കഴിയുമ്പോൾ അടുത്തത് മറന്നു പോകും. ഇനി ഒരു കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ. അപ്പൊ അതിലൊന്ന് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ ശ്രമിച്ച് കടന്നുപോയത് നമ്മൾ ഓരോരുത്തരും പ്രേക്ഷിത അപ്പസ്തോല ശിഷ്യരാണ് എന്നുള്ളതാണ്. മാമുദീസയിലൂടെ സഭയിൽ അംഗമായ നമ്മുടെ ഉത്തരവാദിത്വമാണ്, ദൗത്യമാണ് സുവിശേഷം ജീവിച്ച് പ്രഘോഷിക്കുക. അത് നിർവഹിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ തിരിച്ചെത്താൻ പറ്റില്ല. സ്വർഗത്തിൽ എത്തണമെങ്കിൽ ആ ജോലി നമ്മൾ നിർവഹിക്കണം എന്നതാണ് ആദ്യത്തെ നമ്മൾ കണ്ടത്. അങ്ങനെ നമ്മൾ അപ്പസ്തോല പ്രേക്ഷിത ശിഷ്യരാണ്. ആ ശിഷ്യരായി വളരുന്നതിൽ സുവിശേഷം ജീവിച്ച് പങ്കുവെക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലെത്തില്ല. സ്വർഗത്തിൽ നിന്ന് നമ്മൾ വന്നു, ദൈവരാജ്യമായി ലോകത്ത് ജീവിക്കണം, ദൈവരാജ്യത്തിലേക്ക് നാം തിരിച്ചു പോകണം. അത് നമ്മുടെ മനസ്സിൽ മറന്നു പോകാതെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അങ്ങനെ പ്രേക്ഷിത ശിഷ്യരായി നാം വളരണമെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായ 4 കാര്യങ്ങൾ വേണം. ഒന്ന്, യേശുവുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു ക്രിസ്തു അനുഭവം. അനുദിനം യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന അനുഭവം ഉണ്ടാകണം. അതൊരു ദിവസം പോരാ, അനുദിനം യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന, യേശു ക്രിസ്തുവിന്റെ കൂടെ ജീവിക്കുന്ന അനുഭവം ഉണ്ടാകണം. 2, സുവിശേഷ തീഷ്ണത വേണം. സുവിശേഷമായി യേശുവിനെ കണ്ടുമുട്ടണം അനുദിനം. ആ സുവിശേഷത്തോടുള്ള വലിയ തീഷ്ണത, എല്ലാവരും യേശുവിനെ അറിയണം, സ്വന്തമാക്കണം, അനുഗമിക്കണം എന്ന ഏക വിചാരം, വേറെ വിചാരമൊന്നുമല്ല. എല്ലാവരും യേശുവിനെ സ്വന്തം, അതാ സുവിശേഷ തീഷ്ണത. 3, യാഥാർത്ഥ്യ ബോധം വേണം. നമ്മൾ ചുറ്റുപാടും നോക്കിക്കണ്ട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞ് നാം ആരോട് എങ്ങനെ വർത്തമാനം പറയുന്നു അവരെക്കുറിച്ചുള്ള നല്ല ബോധത്തോടെ തിരിച്ചറിവിൽ നിന്ന് വേണം അവരോട് സുവിശേഷം പങ്കുവെക്കാൻ. 4, സുവിശേഷ ജീവിതം ഉണ്ടാകണം. ഇത് അടിസ്ഥാനപരമായി നാം വളരുന്ന നമ്മുടെ വളർച്ചയിൽ എല്ലാ കാലത്തും എല്ലാ ദിവസവും നമുക്കുണ്ടാകേണ്ട കാര്യമാണ് ഈ 4 കാര്യം. ക്രിസ്തു അനുഭവം ഉണ്ടാവുക, സുവിശേഷ തീഷ്ണത ഉണ്ടാവുക, യാഥാർത്ഥ്യ ബോധം ഉണ്ടാവുക, സുവിശേഷ ജീവിതം ഉണ്ടാകുക. അത് കഴിഞ്ഞ് നമ്മൾ വന്നത് ഈ ലോകത്തിൽ ഏറ്റവും ഫലപ്രദമായി സുവിശേഷം ജീവിച്ച് പങ്കുവെച്ച യേശുക്രിസ്തുവിനെ നമ്മളൊന്ന് കാണുവാനായിട്ടാണ് പരിശ്രമിച്ചത്. യേശുക്രിസ്തു ഈ ലോകത്ത് വന്നിട്ട് പ്രഘോഷിച്ചത് എന്താണ്? ആ പ്രഘോഷണ വിഷയം ദൈവരാജ്യമാണ്. യേശുക്രിസ്തു പ്രസംഗിച്ച, പ്രഘോഷിച്ച, പങ്കുവെച്ച, ജീവിച്ച വിഷയം അത് ദൈവരാജ്യമാണ്. ആ ദൈവരാജ്യത്തെക്കുറിച്ച് യേശു അങ്ങനെ ഉപമകളിലൂടെ കടന്ന് ഈശോ നമ്മളെ മനസ്സിലാക്കി തരുന്നു. സ്നേഹിക്കുന്ന പിതാവാണ്. അങ്ങനെ ബൈബിളിൽ വിശുദ്ധ സുവിശേഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഉപമകൾ എടുത്തിട്ട് ആ ഉപമകളിൽ ദൈവരാജ്യത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ പല വിധത്തിൽ കണ്ടെത്താനായിട്ട് നമ്മൾ അതിലൂടെ നമ്മൾ കടന്നുപോയി. ഉപമകളിലൂടെ വിരിയുന്ന ദൈവരാജ്യം, ഈശോ വ്യക്തമാക്കാൻ ആഗ്രഹിച്ച ദൈവരാജ്യം, സ്നേഹിക്കുന്ന പിതാവ് ഭരിക്കുന്നിടമാണ്. ദൈവരാജ്യം ബലമുള്ളവർക്കാണ് കിട്ടുന്നത്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ആദ്യത്തെ ഒന്നിൽ നമ്മൾ കണ്ടെത്തി. പിന്നെ നമ്മൾ കണ്ടത് ഈ ദൈവരാജ്യം ഈശോ പഠിപ്പിച്ച പഠനം, അഷ്ടഭാഗ്യം ദൈവരാജ്യമാണ് എന്നുള്ളതാണ്. ആത്മാവിൽ ദരിദ്രം തുടങ്ങി അവസാനം പീഡിപ്പിക്കപ്പെടും എന്ന് പറയുന്നത് വരെ 2 സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച്, സുവിശേഷ ഭാഗങ്ങളുടെ നടുവിലാണ് ബാക്കി എല്ലാ ഭാഗ്യങ്ങളും കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പൊ അഷ്ടഭാഗ്യം മുഴുവൻ ഈശോ പ്രഘോഷിച്ച, ഈശോ പറഞ്ഞ, ഉപമകളിലൂടെ വെളിപ്പെടുത്തിയ ദൈവരാജ്യം തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയത് ഈ ദൈവരാജ്യം തന്നെയാണ് ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഈശോ ഉപമകളിലൂടെ പറഞ്ഞതും അഷ്ടഭാഗങ്ങളിലൂടെ വെളിപ്പെടുത്തിയതുമായ ആ ദൈവരാജ്യം തന്നെയാണ് കർത്തൃ പ്രാർത്ഥന. അതിനോടൊപ്പം നമ്മൾ കണ്ടത് ഈ ഉപമകളിലൂടെ വെളിപ്പെടുത്തിയതും ഈശോ പ്രഘോഷിച്ചതും അഷ്ടഭാഗ്യങ്ങളിലൂടെ കൃത്യമായി പങ്കുവെച്ച് പഠിപ്പിച്ചതും പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിപ്പിച്ചതുമായ ദൈവരാജ്യം തന്നെ ഈശോ മരണക്കിടക്കയിൽ കിടന്ന് പറഞ്ഞ ഈശോയുടെ 7 മൊഴികൾ, അത് ദൈവരാജ്യത്തിന്റെ മൊഴികളാണ്. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ആ ദാരിദ്ര്യാരൂപി ഉണ്ടായിരുന്നത് കൊണ്ട് ഈശോ കുരിശിൽ വെച്ച് തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന പരിശുദ്ധ അമ്മയെ ശിഷ്യന് അമ്മയായി നൽകുകയാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ പഠിച്ചു വന്നിട്ട് നമ്മൾ പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് യേശു പ്രഘോഷിച്ച പ്രഘോഷണത്തിന്റെ രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്.
5-6 രീതികൾ നമ്മൾ കണ്ടു. അതിൽ ഒന്ന്, ഈശോ മനുഷ്യാവതാരത്തിലൂടെ താതാത്മ്യം പ്രാപിച്ചു. വാക്കുകളും പ്രവൃത്തികളും വഴി അധികാരപൂർവം ചുറ്റി നടന്ന് ആത്മാവിന്റെ ശക്തിയിൽ ഉപമകളും വിശുദ്ധ ഗ്രന്ഥ ഉദ്ധരണങ്ങളും വഴി ഒരു സമൂഹമായും പരിശീലന കളരിയായും ഒക്കെ ഏതാനും രീതികളാണ് മെത്രോളജി. യേശു ഈ സുവിശേഷം പ്രഘോഷിച്ച് ജീവിക്കാൻ ഉപയോഗിച്ച കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ധാരാളം ഇനിയും ഉണ്ടാവും. ഈ ആഴ്ച വന്നപ്പോൾ ഈശോ പ്രഘോഷിക്കാൻ ആരംഭിക്കുമ്പോൾ താൻ ഈ ലോകത്ത് 3 വർഷം കൊണ്ട് തൻ്റെ പരസ്യ ജീവിതം കൊണ്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ് എന്നാണ് ജെനി നമ്മളോട് വളരെ കൃത്യമായി, വ്യക്തമായി, ഭംഗിയായി പറയുന്നത്. അതും ദൈവരാജ്യം തന്നെയാണ്. അല്ലെ, ആദ്യം അതിൽ പങ്കുവെച്ച് ജെനി തുടങ്ങിയത് ദരിദ്രർ, ആത്മാവിൽ ദരിദ്രർ എന്നതിനെ കുറിച്ചാണ്. ദാരിദ്ര്യാരൂപി, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നവർ, ബന്ധിതർക്ക് പാപം, നമുക്കറിയാം പാപത്തിന്റെ അടിമത്തത്തിലായതിനെ കുറിച്ചുള്ള നൊമ്പരം. ആ നൊമ്പരത്തിൽ നിന്ന് ദൈവപിതാവ് പുത്രനെ അയക്കുന്നു. ആ പുത്രൻ വന്ന് ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ വിമോചിപ്പിക്കുന്നു. ഈശോ പറയുന്നത് എനിക്ക് ദാഹിക്കുന്നത് അവസാനം പറയുന്നുണ്ടല്ലോ, ഇത് ഓരോ ആത്മാവിനെ കുറിച്ചുള്ള ദാഹമാണ്. അപ്പം ഇന്ന് ഈ പ്രവർത്തന പദ്ധതി പറയുമ്പോൾ ജെനി പറഞ്ഞു, ഓരോ പാർട്ടിക്കാർക്കും അവരുടേതായ ഓരോ സ്ഥാനത്തെത്തുമ്പോഴും അവർ നിർവഹിക്കാൻ പോകുന്ന പ്രവർത്തന പദ്ധതിയുണ്ട്. നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം, നമ്മൾ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ അടുത്ത 50 വർഷം കൊണ്ട് കുടുംബജീവിതത്തിൽ എന്തൊക്കെ പ്രവർത്തിക്കുന്നു, നമുക്ക് പ്രത്യേകിച്ച് പദ്ധതിയൊന്നുമില്ല, വന്നപ്പം വന്നതുപോലെ നമ്മൾ അങ്ങോട്ട് കടന്നുപോയി എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ ഒരു പ്രവർത്തന പദ്ധതി എങ്ങനെയാണ്, അല്ലെങ്കിൽ 1-ാം ക്ലാസ്സിൽ നമ്മൾ കൊച്ചിനെ ചേർക്കുമ്പോൾ അപ്പനും അമ്മയ്ക്ക് ഒരു പദ്ധതി ഉണ്ട്, അവൻ്റെ അടുത്ത് 2-ാം ക്ലാസ്സിൽ പോകണോ, അത് കഴിഞ്ഞ് 10 എത്തണം, +1 എത്തണം, അങ്ങനെ ഒരു പ്രവർത്തന പദ്ധതിയുണ്ട്. നമുക്കൊക്കെ ഉണ്ട്, ഇല്ലായികയൊന്നുമില്ല. അപ്പൊ യേശുക്രിസ്തു വന്നതിന്റെ, യേശുക്രിസ്തു ജീവിച്ചതിന്റെ ഈ ദൈവരാജ്യം തന്നെയാണ് തന്റെ പ്രവർത്തന പദ്ധതി എന്ന് കൃത്യമായി, വ്യക്തമായി ഈ 5 കാര്യങ്ങളിലൂടെ പറയുകയാണ്. അവൻ ജെനി അവസാനം പറഞ്ഞ പോലെ അവൻ ഇരുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇത് പൂർത്തിയായിരിക്കുന്നു. അപ്പൊ ആ വലിയ വിമോചനം, യേശുക്രിസ്തു കുരിശിലൂടെ, പീഡാസഹനത്തിലൂടെ സകല മനുഷ്യരെ വിമോചിപ്പിക്കുന്ന ആ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്. ആ വലിയ കാര്യം ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ഒരു സെഗ്മെന്റ് ആണ്. നമ്മൾ പറയുന്നത് ഒന്ന് തന്നെയാണ്. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെ കൃത്യമായിട്ട് അടുത്ത ആഴ്ച നമ്മൾ വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രഘോഷണത്തിൽ ലക്ഷ്യം എന്താണ് എന്നാണ് കാണുന്നത്. അപ്പം നമ്മൾ ഇതെല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഇത് ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇതിൽ തുടർച്ചയായിട്ട് നമ്മൾ ഇതിലൂടെ ഭാഗമാകുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളെ ഓരോന്നും കേൾക്കുമ്പോഴും ഇത് ധ്യാനിക്കുമ്പോഴും നമ്മുടെ ഒരു ലക്ഷ്യം അത് സ്വർഗമാണെന്ന് മറന്നു പോകരുത്. നമ്മൾ സ്വർഗത്തിൽ നിന്ന് വന്നു എന്ന് മറക്കരുത്. ഇവിടെ സ്വർഗമായി ജീവിച്ചാൽ മാത്രമേ സ്വർഗത്തിലേക്ക് എത്തൂ എന്നുള്ളതും മറന്നു പോകരുത്. ഇതെല്ലാം പഠിപ്പിക്കുമ്പോൾ ക്രിസ്തു നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മുടെ രാത്രിയിലെ ഉറക്കം പോലും സ്വർഗം കണ്ടാകണം. പകലത്തെ ജീവിതം മുഴുവൻ സ്വർഗം ലക്ഷ്യമാകണം എന്നുള്ളതാണ്. നമുക്ക് ലക്ഷ്യമുണ്ട്. അത് ആ ലക്ഷ്യബോധം എന്ന് പറയുന്നിടത്ത് കൃത്യമാണ്. ആ ലക്ഷ്യബോധത്തോടെ വേണം നമ്മൾ ജീവിക്കാൻ. അത് ഭർത്താവിന് കാപ്പി ഇട്ട് കൊടുക്കുമ്പോഴായാലും, കൊച്ചിനെ സ്കൂൾ യൂണിഫോം ഇടിയിക്കുമ്പോഴായാലും നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ പല്ല് തേക്കുമ്പോഴും, നമ്മൾ അയൽവക്കക്കാരോട് വർത്തമാനം പറയുമ്പോഴും, നമ്മൾ പാവപ്പെട്ട ഒരുവനെ സഹായിക്കുമ്പോഴും ഒക്കെ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമ്മൾ സ്വർഗത്തിലെത്തുന്ന ലക്ഷ്യമാണ്. അത് ആ ലക്ഷ്യം നിർവഹിക്കാൻ ഇവിടെ സുവിശേഷം ജീവിക്കണം. ആ സുവിശേഷം പങ്കുവെക്കണം. അതിന് ഏറ്റവും നല്ല റിയൽ മോഡൽ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു വന്ന് പ്രഘോഷിച്ചത്, യേശുക്രിസ്തു പഠിപ്പിച്ച ആ പ്രഘോഷണം, ആ വിഷയം എന്തായിരുന്നു? ദൈവരാജ്യമായിരുന്നു. ആ ദൈവരാജ്യം, അവിടുത്തെ പ്രവർത്തന പദ്ധതിയും അത് തന്നെയാണ്. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പസ്തലന്മാരിലേക്ക് വരും. അതുകൊണ്ട് ഇത് നമ്മുടെ തലയ്ക്ക് ചിലപ്പം പെട്ടെന്ന് അങ്ങ് പിടികിട്ടിയല്ല, പക്ഷെ എങ്കിലും ഇത് നമ്മളെ കുറേയും കൂടി ഇങ്ങനെ വളരാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. ഇങ്ങനെ ഒരുമിച്ച്